എങ്കിൽ പുതിയ ആൾക്കാർക്ക് ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും അപ്ലിക്കേഷനെ കുറിച്ചും അറിയാത്ത ആൾക്കാർ, കൺസിസ്റ്റൻസി നോക്കാൻ അറിയാത്ത ആൾക്കാർ, ഇതിൽ വരുമാനം എങ്ങനെ വരുന്നത് അറിയാത്ത ആൾക്കാർ ഉണ്ട്. വരുമാനം വരുന്നത് അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതിൽ ബിസിനസ്സിൽ നെഗറ്റീവ് ഫീലിംഗ് വരാറുണ്ട്. അല്ല, നമ്മൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടാവും, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ സ്പീഡിലായി വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് നമ്മളെക്കാളും ഒരു 100 രൂപ കൂടുന്ന സമയത്ത് നമുക്ക് വിഷമം വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആൾക്കാരുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്ലൈഡ് ഒന്ന് ഓപ്പൺ ആക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവിടെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാം മനസ്സിലാവും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സ്ലൈഡ് ആയിരിക്കുമല്ലേ ഇതെല്ലാവർക്കും. അല്ല, എല്ലാവർക്കും അറിയാം, ഈ സ്ലൈഡ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇദ്ദേഹം എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ. നമുക്ക് 9 തരം വരുമാനം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 9 തരം വരുമാനം, ഒന്ന് ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ആ ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ് ആണ്. 35% കിട്ടുന്ന ഡിസ്കൗണ്ട് ഇല്ലേ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് വരുമാനമായിട്ട് കണക്കാക്കുന്നത്. MRP നിന്നും ഡിസ്കൗണ്ടിലാണ് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അതാണ് ഫസ്റ്റ് സേവിങ്സ് ഓഫ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം MRP ഒരു 35 രൂപക്കടുത്ത്, 30-35 രൂപക്ക് നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിലും. രണ്ടാമത്തെയാണ് അക്കോമഡേറ്റീവ് പെർഫോമൻസ് ബോണസ്. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഇതല്ല. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതെന്താണ് മനസ്സിലായിട്ടുണ്ടോ? പല ആൾക്കാർക്കും അറിയത്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പല ആൾക്കാരും പറയുന്ന കേൾക്കാല്ലേ, ഞാനും വെസ്റ്റേജിലുണ്ടായിരുന്നു, എനിക്കൊന്നും വരുമാനം കിട്ടിയിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കൂളായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ ഒരു PV ചെയ്താൽ പോലും അതിൻ്റെ ബോണസ് നമുക്ക് കാണിക്കാവുന്നതാണ് കമ്പനി. ഓക്കെ. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു PV മുതൽ 599 PV വരെ നമ്മൾ 5% നിങ്ങൾ അപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ, പല ആൾക്കാർ അപ്ലിക്കേഷൻ നോക്കി കാണാൻ സാധിക്കുന്നുണ്ടോ, നെക്സ്റ്റ് ലെവൽ എന്താണ് കാണിക്കുന്നുണ്ടാവും. ഓക്കെ. 1 മുതൽ 599 വരെ ഇതിൽ ജോയിൻ ചെയ്ത വ്യക്തി, അവർ ID ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ഒരു PV ഒരു സാധനം വാങ്ങിച്ചാൽ പോലും അദ്ദേഹത്തിന് ബിസിനസ് സ്റ്റാർട്ട് ആവുന്നു. അത് ചിലപ്പോൾ ആ മാസം ചിലപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം 5%-ത്തിലുണ്ടാവുക. അത് 599 ആവുന്നത് വരെയും പോയിന്റ് 5%-ത്തിലുണ്ടാവുക. 600 കഴിഞ്ഞാൽ, 600-അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ 8%-ത്തിലുണ്ടാവുക. ഓക്കെ. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കമൻ്റൊക്കെ ഇട്ടു, അറിയുന്നൊക്കെ കമൻ്റ് ഇട്ടു. ഇതെല്ലാവർക്കും, മിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടോ. 1 മുതൽ 600 പോയിന്റ് വരെ നിങ്ങളുടെ പർച്ചേസിങ് 600 പോയിന്റ് ആവുന്നത് വരെയും നമ്മൾ 8%-ത്തിലുണ്ടാവുക. 5%-ത്തിലുണ്ടാവും. 600 കഴിഞ്ഞാൽ നമ്മൾ 8%-ത്തിലായിരിക്കും. ഈ 2400 ആവുന്നത് വരെയും നമ്മൾ 12 ആയിരിക്കും. 2400 കഴിഞ്ഞ് നമുക്ക് 12-ലേക്ക് എത്തുന്നുണ്ടോ. 12%-ത്തിന്റെ പോസ്റ്റൊക്കെ ഗ്രൂപ്പ് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ PV 2400 ആയിട്ടുണ്ടോ. അവരുടെയും അവരുടെ ടീമും കൂടെ ചേർന്നിട്ടുള്ള ടോട്ടൽ വോളിയം 2400 കഴിഞ്ഞാൽ അവർ 12% എത്തിയിട്ടുണ്ടാവും. ഓക്കെ. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഏകദേശം. ഓക്കെ, ക്ലിയർ ആണ്, എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച്. ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ, എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ പറയുന്നത്. കുറേ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടും കൂടിയാണ് ഇത് പറയുന്നത്. ഇതുവരെ ആൾക്കാർക്ക് ഇത് ഒന്നും ഒന്നും അറിയത്തില്ല. പല ആൾക്കാർക്ക് ഒന്നും ചിന്തിക്കാത്തില്ല. കാരണം അത് കുഴപ്പമില്ല, അത് സാറ് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അപ്ലൈ നോക്കുന്നുണ്ടാവും. പക്ഷെ ബോണസ് വരുന്ന സമയത്ത് ബോണസും കൂടി നോക്കാൻ അറിയത്തില്ല. അതും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് എനിക്ക് വരുമാനം കുറവാണല്ലോ, എൻ്റെ താഴെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ഇഷ്ടമായ സാധനം വാങ്ങിക്കുന്നുണ്ടല്ലോ, എൻ്റെ വരുമാനം കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അപ്പോൾ അതൊക്കെ കൂടി ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ 2400 ആവുന്ന ആ സമയത്ത് 12% ആയിരിക്കും. അത് നിങ്ങൾ 5500 ആവുന്നത് വരെയും 12% ഉണ്ടാവും. 5500 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ 16% കാണിക്കും. ഇതിനപ്പുറം പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ കാണിക്കത്തില്ല. അതുവരെ നമ്മൾ ആപ്ലിക്കേഷനിൽ നെക്സ്റ്റ് ലെവൽ കാണിക്കും. 16% കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ കാണിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും 16% ബോണസാണ് വരിക. അത് നിങ്ങൾ ചെയ്യുന്ന പർച്ചേസിങ്ങിൻ്റെ ആയിരിക്കും ഈ 16% കേട്ടോ. നിങ്ങളുടെ സെൽഫ് PV, മൈ PV എന്നുള്ളതിൻ്റെ 16%. എന്ന് വെച്ചാൽ നിങ്ങൾ 100 PV ആണ് ചെയ്യുന്നതെങ്കിൽ
100 × 16% × 18 എന്നിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരിക്കും അറിയണമെങ്കിൽ നിങ്ങൾ സെൽഫ് വിവിയുടെ പൈസ അറിയണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ 5%കാരനാണെങ്കിൽ കറക്റ്റ് 100 PV ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 105 PV ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 110 PV ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ബോണസ് കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ 5%കാരനാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ 100 PV അല്ലെങ്കിൽ 110 PV ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ 110 × 5%, 5% ഇൻറ്റു 18 അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോണസായി കാണിക്കുന്നുണ്ടോ. കറക്റ്റ് 100 PV ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് 100 എക്സാക്ട് 100 PV ആണെങ്കിൽ 90 രൂപയായിരിക്കും 5%കാരൻ്റെ ഇൻകം വരുന്നുണ്ടോ. കറക്റ്റ് 100 PV ചെയ്ത് 16%കാരന് 288 രൂപയായിരിക്കും അവരുടെ പെർഫോമൻസ്, അവരുടെ സ്വന്തം പർച്ചേസിങ്ങിന്റെ വരുമാനം വരുന്നുണ്ടോ. ഓക്കെ. ഇനി നമ്മളുടെ ഗ്രൂപ്പിലേക്ക് പോകുന്ന സമയത്ത് ഗ്രൂപ്പ് PV എന്ന് പറയുന്ന നമ്മുടെ ടീമിൽ നടക്കുന്ന, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മൈ പോയിന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് PV എന്ന് കാണിക്കുന്നത് നമ്മുടെ ടീമിലുള്ള ആൾക്കാർ, നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച നമ്മുടെ ടീമിലുള്ള ആൾക്കാർ സാധനം വാങ്ങിക്കുമ്പോഴുള്ള പോയിന്റുകളാണ് ഗ്രൂപ്പ് PV. അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ തുടക്കക്കാരനാണ്, നിങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ചുപയോഗിച്ചു, നിങ്ങൾ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചു, അദ്ദേഹവും 5%ആണ്, നിങ്ങളും 5%ആണ് എങ്കിൽ, ഉദാഹരണം ആരെങ്കിലും ഒരാൾ, സാജിദ അല്ലെങ്കിൽ അജീഷേട്ടൻ അല്ലെങ്കിൽ മുകുന്ദേട്ടൻ, ആരും ആയിക്കോട്ടെ, ആ 5%, നിങ്ങൾ 5%ആണ്, നിങ്ങളുടെ കൂടെ വന്ന വ്യക്തി 5%ആണെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഒന്നും, 1 രൂപ പോലും അതിനകത്ത് വരത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ. നിങ്ങൾ 100 PV ചെയ്യുന്നു, നിങ്ങൾ 100 PV ചെയ്തതിൻ്റെ ആ 90 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി 100 PV ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ അദ്ദേഹം 100 PV ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും 90 രൂപ കിട്ടും, നിങ്ങൾക്കും 90 രൂപ കിട്ടത്തില്ല, അതിനപ്പുറം ഒന്നും കിട്ടത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ. ക്ലിയർ ആകുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ. എൻ്റെ താഴെ ഒരാളുണ്ടല്ലോ, അദ്ദേഹം 100 PV ചെയ്തു, ഞാനും 100 PV ചെയ്തു. ചിലപ്പോൾ അദ്ദേഹം 110 ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ 100 ചെയ്തിട്ടുണ്ടോ, അല്ല നിങ്ങൾ ചിലപ്പോൾ 50 ചെയ്തിട്ടുണ്ടോ. സാമ്പത്തിക ബുദ്ധിമുട്ടുകാരും നിങ്ങൾ 50 PV ചെയ്തിട്ടുണ്ടെങ്കിൽ 45 രൂപ നിങ്ങളുടെ ഇൻകം ഉണ്ടാവും. നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി ചിലപ്പോൾ 200 PV ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ടോട്ടൽ PV 250 ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ 200 PV നിങ്ങളുടെ PV കൂടെ ഏഴാക്കിയിട്ട് വരും. പക്ഷെ അദ്ദേഹത്തിന് 200 PVയുടെ 50 രൂപ, 180 രൂപ ഇൻകം കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 50 PVയുടെ 45 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിന്തിക്കുക, അയ്യോ ഞാൻ കൊണ്ടുവന്നതാണല്ലോ, അവൻ എന്നെക്കാളും വരുമാനമായി ചിന്തിക്കേണ്ട. നിങ്ങളുടെ ലെവലും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ 5%കാരൻ, അദ്ദേഹം 5%കാരൻ, നിങ്ങൾ 50 PV, അദ്ദേഹം 200 PV, 250 പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ജോയിനിങ് കൂടെ ഉണ്ടാക്കി, അല്ലെ ഒന്നോ രണ്ടോ ജോയിനിങ് കൂടി ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറേ ജോയിനിങ് നടത്തുക. അതിൽ ആരെങ്കിലും ഒരാൾ സാധനം വാങ്ങിക്കുന്നുണ്ടാവും, ആരെങ്കിലും ഒരാൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ 200 അല്ലെങ്കിൽ 100 എത്ര PV ഉള്ള ആ PVയെ അതേ മാസം, സിംഗിൾ മാസം തന്നെ, നിങ്ങൾ ജോയിൻ ചെയ്ത മാസം, ഇപ്പോൾ ഈ നവംബർ മാസമാണ് ജോയിൻ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ 8% ആയിട്ടില്ല, 5% ഉള്ളതെങ്കിൽ, ഇതിലുള്ള ആരെങ്കിലും ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇന്നലെ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ PV 275 PV ആയിട്ടുണ്ട്. 8% ആവാൻ നിങ്ങൾക്ക് 25 PV വേണ്ടു ഈ മാസം, സിംഗിൾ മന്തിൽ. ഈ മാസം നിങ്ങൾ 300 PV ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 8% ആവും. അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല, അവർ അപ്ലൈ നോക്കിയിട്ടുണ്ടാവത്തില്ല, അവർ 275 PV നിൽക്കുകയാണ്. അവർ താഴെ 2-3 ആൾക്കാർ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വോളിയം 275 അവരെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും പർച്ചേസ് ചെയ്തു, എൻ്റെ താഴെ വ്യക്തിയും പർച്ചേസ് ചെയ്തു, ഈ മാസം ബോണസ് കിട്ടേണ്ടതല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത് അത്ര PV ആണോ അതിൻ്റെ 5% കിട്ടുന്നുള്ളൂ. അദ്ദേഹത്തിന് 8% ആയിട്ടുണ്ടെങ്കിൽ ആ 275 PV എന്നുള്ള ഒരു 25 PVയും കൂടെ വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ടീമിലൂടെ വന്ന വോളിയം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോളിയം എന്തെങ്കിലും ചെയ്തിട്ട് 8% ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% എന്ന പേരിൽ അറിയപ്പെടും. ആ അദ്ദേഹത്തിന് കിട്ടുന്നത് സ്വന്തം പർച്ചേസിങ് സെൽഫ് PVയുടെ 8% കിട്ടും. സ്വന്തം പർച്ചേസ് സെൽഫ് 8% കിട്ടും. താഴെ വന്ന വ്യക്തി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 3% കിട്ടും. കാരണം അദ്ദേഹം 5%ആണ്, അതിൻ്റെ 3% നിങ്ങളിലേക്ക് വരും. ഇത് കൂടാതെ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആണെങ്കിൽ ഒരു 750 ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് അടുത്ത മാസം കിട്ടുന്നുണ്ട്. ആദ്യമായിട്ട് വന്ന ഒരു വ്യക്തി, ഒരു ന്യൂ ജോയിനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതേ മാസം തന്നെ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആകുമ്പോൾ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ വോളിയം ഒരു 100 അതിൽ കൂടുതൽ ചെയ്യുക.
നിങ്ങൾ കുറച്ച് വ്യക്തികളെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് കണക്ട് ആക്കാൻ ശ്രമിക്കുക. ഒന്നോ രണ്ടോ എന്നല്ല, നിങ്ങൾക്ക് മാക്സിമം കുറച്ച് ആൾക്കാരെ സ്പീഡായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ആരെങ്കിലും പർച്ചേസ് ചെയ്യും. ഒന്ന് രണ്ട് ആൾക്കാർ, ചിലപ്പോൾ 100 ബി വി എന്ന് ചെയ്യുന്ന രണ്ടാൾക്കാരുണ്ടാവും, ചിലപ്പോൾ 50 ബി വി ചെയ്യുന്ന 4 പേരുണ്ടാവും, ചിലപ്പോൾ 60 ബി വി ചെയ്യുന്ന 3 പേരുണ്ടാവും. എങ്ങനെ ചെയ്താലും നമ്മുടെ വോളിയം ആ മാസം, ഫസ്റ്റിലത്തെ മാസം തന്നെ 300 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ഔട്ട് 8% ആയി. നമ്മൾ ചെയ്തും അവർ ചെയ്തതിന് ബാലൻസും കൂടി ചെയ്ത് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും. ഇനി അഥവാ നിങ്ങൾ ഒറ്റക്ക് തന്നെ 300 ബി ബി ചെയ്ത് ഫസ്റ്റ് ഔട്ട് 8% ആയി നിൽക്കും. ഒരു ന്യൂ ജോയിൻ ചെയ്ത വ്യക്തിനെ 300 പി വി സ്വന്തമായിട്ട് ചെയ്ത് ഫസ്റ്റ് ഔട്ട് 8% ആയി കഴിഞ്ഞാൽ അവർക്ക് 432 രൂപയാണ് ഇൻകം കിട്ടുക. ഫസ്റ്റ് ഔട്ട് 8% വ്യക്തി 300 പി വി ആണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകം 432 രൂപയാണ്. സ്വന്തമായിട്ട് മുഴുവനും അദ്ദേഹമാണ് ചെയ്യുന്നതെങ്കിൽ 432 രൂപയും പ്ലസ് 750 വൗച്ചറാണ് നമുക്ക് കിട്ടുക. ആ എമൗണ്ട് ശ്രദ്ധിക്കുക. 8%കാരൻ സ്വന്തം ഒറ്റക്കാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ 432 രൂപയാണ്. അതിന് നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഡിവൈഡായി വരുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ 8% ബോണസ് കഴിച്ചിട്ട് ബാക്കി അപ്പുറമുള്ള രണ്ടാക്കും അത്ര ആളുള്ള അവർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും. കുറേശ്ശെ കുറേശ്ശെ പൈസ പോകുന്നുണ്ടാവും. പക്ഷെ 8% നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കാണ് 750 വൗച്ചർ കിട്ടത്തുള്ളൂ, താഴെ ഉണ്ടാകുന്നത്. അവിടെ ഒരു വേറൊരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലുള്ള ഒരാൾ അജീഷ് ചേട്ടൻ്റെ പേരാണ് അവിടെ കാണുന്നെങ്കിൽ മെസ്സേജ് അയച്ച്, അല്ലെങ്കിൽ സുഹറയാണ് ഉള്ളതെങ്കിൽ, ആരെങ്കിലും ഒരാളെ ഞാൻ പേര് പറയാം, സുരേഷ് ചേട്ടനാണ് ഉള്ളതെങ്കിൽ, സുരേഷ് ചേട്ടൻ ഇപ്പം ജോയിൻ ചെയ്തു, ഈ മാസം ജോയിൻ ചെയ്തു, 100 പി ബി വാങ്ങിച്ചു. അദ്ദേഹം ഒരു 3-4 ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചു. സുരേഷ് ചേട്ടൻ 100 പി ബി ചെയ്തു, താഴെ ഒരു വ്യക്തി 100 പി ചെയ്തു, മറ്റേ വ്യക്തി 100 പി ചെയ്തു, 300 പി ബി ആയി. അല്ല, 300 പി ബി ആകുമ്പോൾ സുരേഷ് ചേട്ടന് ഫാസ്റ്റ് അവിടെ 8% ആവുന്നു. ഗ്രൂപ്പിൽ ഫോട്ടോ ഇടുന്നു. സമയം ഇനി കുറേ ബാക്കിയുണ്ട്, ദിവസങ്ങളോളം ഇനി ബാക്കിയെടുക്കുക ഈ മാസം തീരാൻ വേണ്ടിയിട്ട്. സുരേഷ് ചേട്ടൻ്റെ താഴെ വന്ന ഒരാൾ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സ്പീഡായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് താഴെ വീണ്ടും 2 ജോയിനിങ് ആയി ആ മാസം. നമ്മൾ എന്തിനാ വർക്ക് ചെയ്യുക, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിലൊരാൾ, അയാളും ഫാസ്റ്റ് ഔട്ട് 8% ആയിട്ടുണ്ടാവും, 8% ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ 750 വൗച്ചർ അദ്ദേഹത്തിലേക്ക് പോകുന്നുണ്ടോ, നമുക്ക് കിട്ടത്തില്ല. ക്ലിയർ ഉണ്ടോ? നമ്മൾ താഴെ ഒരു ഫാസ്റ്റ് ഔട്ട് 8% അതേ മാസം വന്നിട്ടുണ്ടെങ്കിൽ ആ വൗച്ചർ അവരിലേക്ക് പോകുന്നുണ്ടോ. ആ വൗച്ചർ നമ്മൾക്കും കൂടി വേണമെങ്കിൽ ആ വ്യക്തി 8%ആയി, അദ്ദേഹത്തിന് 750 വൗച്ചറായി, നമ്മളെ സെൽഫ് വ്യൂ 100 പി ബി ആണ്. ഈ ഒരു 8% ലഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ടീമിൽ നമ്മളെ മറ്റുള്ള പുതിയ ജോയിനിങ്ങിൽ അതിൽ 200 പി ബി വന്ന് നമ്മളതടക്കം ചേർന്ന് 300 ആയി കഴിഞ്ഞാൽ നമുക്കും ആ 750 വൗച്ചർ കിട്ടും കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് തന്നെ ആ 300 പി ബി ചെയ്താൽ നമുക്ക് ആ 750 വൗച്ചർ നമ്മൾക്കും കിട്ടും, നമ്മളെ കൂടെ വന്ന ആ വ്യക്തിക്കും കിട്ടുന്നുണ്ടോ. ഇത് പല ആൾക്കാർക്കും നെഗറ്റീവ് വരുന്ന, ഈ ബിസിനസ് തുടക്കക്കാരനെന്ന നിലയിൽ ഈ കാരണങ്ങളിലാണ് ഇന്ന് പല ആൾക്കാരും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാറ്. ഈ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും ബിസിനസ് കളഞ്ഞിട്ട് പോകുക. കാരണം ഇതിൽ വരുന്ന സമയത്ത് മനസ്സിലെ ആൾക്കാർ ഇത് കിട്ടുമോ, വരുമാനം കിട്ടുമോ, പൈസ കിട്ടുമോ, ഇതുപോലത്തെ കുറേ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബിസിനസ് ആ ആദ്യത്തെ ബോണസിലാണ് തീരുമാനങ്ങൾ എടുത്ത് നിർത്തി പോകുന്നുണ്ടാവും. ദയവ് ചെയ്ത് തിരിച്ചറിയുക, ആ വരുന്ന ഒരു 90 രൂപയോ അല്ലെങ്കിൽ ഒരു 200 രൂപയോ അല്ല ഈ ബിസിനസ്. അത് ലക്ഷങ്ങളിലേക്ക് പോകേണ്ട ബിസിനസ്സാണ്, വെറും തുടക്കമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ ഇത്രയും പൈസ 432 രൂപ നമുക്ക് തരുന്നത്, നമ്മൾ 9,000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോഴാണ് ഈ 432 രൂപ നമ്മൾ ടീമിലേക്ക് വരുന്നത്. അല്ലാതെ 9,000 സാധനം വാങ്ങിക്കുമ്പോൾ 2,000 നമുക്ക് തരാൻ കമ്പനിക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ചിന്ത കൂടെ അവിടെ വരുന്ന സമയത്ത് ക്ലിയർ ആയി പോകുന്നുണ്ടോ, വ്യക്തമാവുന്നുണ്ടോ, ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും കൺമ്യൂട്ട് ആക്കാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. എല്ലാവരെയും കൺമ്യൂട്ട് ആക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇതിലുള്ളത്. ആർക്കെങ്കിലും ഇതിൽ ക്ലാരിറ്റി വേണം, നിങ്ങൾ 8% ആവുന്ന സമയത്തുള്ള ഒരു ബോണസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഏകദേശം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്തോ. എന്തെങ്കിലും അവിടെ ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, വേറെ ആരും ടൈപ്പ് ചെയ്യുന്നില്ല, എല്ലാവരും തിരക്കിലാണോ? ദോശയുള്ള തിരക്കിലാണ്. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡ് കേട്ടിട്ട് മനസ്സിലാക്കിക്കോട്ടോ. ക്ലിയർ ആണ്. ഇനി നിങ്ങളൊരു 8% കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഉള്ള മെസ്സേജ് അയക്കുന്ന ആൾ പേര് വിളിക്കുക. അപ്പോൾ നല്ല രസമായി. സുധീർ സുലൈമാൻ മെസ്സേജ് അയച്ചു. സുധീർ സുലൈമാൻ ഈ ബിസിനസ്സിൽ 8%കാരനാണ്. നിങ്ങളിപ്പോൾ 8 ഉള്ളത്. നിങ്ങളുടെ വോളിയം ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ മുന്നത്തെ മാസത്തെ ഈ മാസത്തിലും കൂടി ചിലപ്പോൾ ഒരു 700 800 അല്ലെങ്കിൽ 1000 പി ബി ആയിട്ടുണ്ടോ. നിങ്ങൾ ടോട്ടൽ വോളിയം 1000 പി ബി ആണ്. നിങ്ങളുടെ താഴെ ഒരു 3-4 ജോയിനിങ് ഉണ്ട്. അവരെല്ലാം സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അവരും ഓട്ടോമാറ്റിക്കലി കുറച്ച് സാധനം വാങ്ങിക്കുമ്പോൾ അവർ 8%-ലേക്ക് പോകുന്നുണ്ടാവും അല്ലേ.
സുധീർ സുലൈമാൻ 8% ഉള്ളത്. പക്ഷെ ടോട്ടൽ പി വി 1000 ആയിട്ടുണ്ടാവും. നമ്മുടെ സെൽഫ് പി വിയും താഴെ വന്നിരിക്കുന്നവർ പർച്ചേസ് ചെയ്യുന്ന ഓരോ മാസം കൂടി കൂടി നിങ്ങളുടെ ടോട്ടൽ വോളിയം 1000 ആയിട്ടുണ്ടാവും. ക്യുമുലേറ്റീവ് ആയിട്ട് 1000 പി വി ആയിട്ടുണ്ടാവും. നിങ്ങൾ താഴെ വന്ന വ്യക്തിയും 8% ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടീമേ ഉള്ളൂ എങ്കിൽ ആ താഴെയുള്ള വ്യക്തിക്ക് 8%കാരാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നതിന്റെ പൈസ മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അധികം പൈസ വേണമെങ്കിൽ നിങ്ങൾ പുതിയ ജോയിനിങ് നടത്തി പെർഫോമൻസ് ബോണസ് നമുക്കവിടെ വാങ്ങിക്കാൻ സാധിക്കും. അതിനകത്ത് 3% കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 5 6 ടീമിനെ ഇതിലേക്ക് കണക്ട് ആക്കാനും ആക്റ്റീവായിട്ടുള്ള 5 6 ടീമിനെ വർക്ക് ചെയ്യാനും പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെയുള്ള വ്യക്തി നമ്മളൊപ്പം തന്നെ വളരുന്നുണ്ടാവും. ആ സമയത്ത് അതിന്റെ പെർസെൻറ്റേജ് നമുക്ക് കുറയുന്ന സമയത്ത് ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂ ആയിട്ട് ജോയിനിങ് നടത്തി കഴിഞ്ഞാൽ ഒരു 4 ടീമെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ കുറേ കാലം വരെ നമുക്ക് അതിൽ ലെവൽ പിടിച്ച് ചെയ്ത് പോകാം, സ്ട്രക്ചർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 4 ടീമെങ്കിലും ഉണ്ടെങ്കിൽ. 6 ടീമാണ് പറയുന്നത്. 6 ടീം വേണം. കുറച്ച് സമാധാനത്തിൽ ചെയ്താൽ മതി. ആദ്യമേ 6 ടീം ആക്കാൻ പറ്റുമെങ്കിൽ നോ പ്രോബ്ലം. ആദ്യമേ 4 ടീം ആക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 4 ടീമിൽ വർക്ക് ചെയ്യുക. 3 ടീമാരും അതിൽ വർക്ക് ചെയ്യുക, കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ താഴെയുള്ള വ്യക്തിയെക്കാളും ഒരു പടി നമ്മൾ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബോണസ് കിട്ടത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കട്ടോ, നമ്മുടെ താഴെയുള്ള വ്യക്തിയെക്കാളും ഒരു പടി ഉയരാൻ 8ൽ നിന്നും 12ലേക്കും 12ൽ നിന്ന് 16ലേക്കും മാറിയാൽ മാത്രമേ നമ്മുടെ വരുമാനം അവരുടെ ടീമിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. ക്ലിയർ ആണോ വിശ്വസിക്കുന്നു? ക്ലിയർ ആണോ? ക്ലിയർ ആയിരിക്കും. ഓക്കെ. ഇനി സപ്പോസ് 12% എത്തി. ഇപ്പോ സുധീർ സുലൈമാൻ 12% എത്തുന്നു. താഴെയുള്ള വ്യക്തികൾ എല്ലാവരും, എല്ലാ ടീമിലുള്ള എല്ലാവരും 8%കാരാണെങ്കിൽ നിങ്ങളുടെ നേരിട്ട് ടീമുള്ള വ്യക്തി 8%, അതിൻ്റെ അകത്ത് നിന്ന് എത്ര വോളിയം വന്നു അതിന് 4% നിങ്ങൾക്ക് വരും. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി 8%കാരെങ്കിൽ അദ്ദേഹത്തിന് 8% കിട്ടും. അദ്ദേഹത്തിന് താഴെ എങ്ങനെയാണ് ലെവൽ അതനുസരിച്ച് അദ്ദേഹത്തിന് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് 12%ത്തിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസിങ്ങിന്റെ 12%വും ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന സുധീർ സുലൈമാന്റെ ഒരു ടീമിൽ 8%കാരനുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് 4% കിട്ടും. പുതിയതായിട്ട് ഒരു ജോയിൻ ചെയ്ത ടീം തുടങ്ങിയിട്ടുണ്ട്. അവർ 5%കാരാണെങ്കിൽ അതിന് 7% കിട്ടും. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് 2 ടീമുണ്ട്. ഒന്ന് 8%, ഒന്ന് 5% ലെക്കാണെങ്കിൽ ഒന്നിൽ നിന്ന് 7% വരും, മറ്റേ നിന്ന് 4% കിട്ടും. ഈ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ സുധീർ സുലൈമാൻ 16ലെത്തി. ഈ വോളിയങ്ങളൊക്കെ കൂട്ടി അതിന് അടുത്ത മാസം 16%കാരനായി മാറി. 16%ആക്കുന്ന സമയത്ത് സുധീർ പുതിയതായി ജോയിനിങ് നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തി തുടക്കക്കാരനാണ്, 5%കാരനാണ്. അദ്ദേഹം 100 പി വി ചെയ്തെങ്കിൽ ആ വ്യക്തിക്ക് 5% കിട്ടും. 11%വും നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും, നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ മറ്റുള്ള ലെഗിൽ 8% ഉണ്ടെങ്കിൽ അതിന് 8% നമുക്കും കിട്ടും. മറ്റുള്ള ലെഗ് 5%കാരാണെങ്കിൽ അതിൽ നിന്ന് 5% കഴിച്ച് ബാക്കി 11 നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ജോയിനിങ് 16 കിട്ടും. ഓക്കെ, ഇതാണ് ആ ഡിഫറൻസ്. ക്ലിയർ ആവുന്നുണ്ടാവും വിശ്വസിക്കുന്നു. ഇതൊന്നും ആർക്കും തിരിച്ചറിയാതെ കൊണ്ട് നമ്മൾ തിരിച്ചറിയാനില്ല, ചോദിക്കത്തില്ല. വരുമാനം വരുന്ന സമയത്ത് ബോണസ് കുറയുമ്പോൾ മാത്രമേ ദേഷ്യം വന്നിട്ട് നിർത്തിപ്പോളൂ. ഒരു കാരണവശാലും ആ 100 രൂപ എന്നേക്കാളും കൂടുതൽ താഴെ കിട്ടുന്ന ഈ വലിയൊരു സാധനം കളയരുത് കേട്ടോ. പല ആൾക്കാരും ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോലും പല ആൾക്കാരും അടി കൂടുന്നതും ഈ ആദ്യത്തെ മാസം, ആദ്യത്തെ ബോണസ് വരുമ്പോഴാണ് നിർത്തിപ്പോകുന്ന ആൾക്കാർ. ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ആയിരിക്കും ക്ലാരിറ്റി വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഓക്കെ. ഇനി നിങ്ങൾ 16% ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം പറ്റോ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇതിൽ പല ആൾക്കാരും 16% നിൽക്കുന്ന വ്യക്തിയുണ്ടാവും. ഈ 16%കാരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ കുറേ ജോയിനിങ് പുതിയ പുതിയ ആക്കിയുള്ളൂ. പർച്ചേസിങ് എത്തിക്കുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം 11% നമുക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ 16% നിൽക്കുന്നു, പുതിയൊരു ജോയിനിങ് 5%ലാണെങ്കിൽ അതിന് നല്ല പൈസ വരുന്നുണ്ടാവും. നിങ്ങൾ 8% ഒറ്റ ലെഗ് മാത്രമുള്ള ടീമാണ്, ഒരു ടീമേ ഉള്ളൂ. അതിന് താഴെ ഇങ്ങനെ 8% ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ടീമൊന്നും ജോയിൻ ആയിട്ടില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് താഴെ 8%, അദ്ദേഹത്തിന് താഴെ 8%, അതിന് താഴെ 8% ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം അതിന്റെ ബോണസ് വരുന്നുണ്ടാവും. നിങ്ങൾ 16%കാരാണെങ്കിൽ അതിൻ്റെ ബാലൻസ് നമുക്ക് വരുന്നുണ്ട്. താഴെ എത്ര വോളിയം വന്നിട്ടുണ്ടോ അതിന്റെ ബാലൻസ് നമുക്ക് വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് വരും. പക്ഷെ അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ള ടീമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വോളിയം വരുന്നുണ്ടോ? ഇപ്പോൾ 12% ആയി കഴിഞ്ഞാൽ പല ടൈപ്പ് ഇൻകം ഉണ്ടാവുക. 400 വാങ്ങിക്കാം, 500 വാങ്ങിക്കാം, 1000 വാങ്ങിക്കാം, 2000 വാങ്ങിക്കാം. പല ലെവലുള്ള വോളിയം നമുക്ക് ടേൺ ഓവർ എത്രയാണോ ആ മാസമുള്ള അതാത് മാസത്തെ ടേൺ ഓവറിന്റെ ലാഭം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. എല്ലാ മാസവും നടക്കുന്ന ബിസിനസിന്റെ ലാഭമാണ് എല്ലാ മാസവും നമുക്ക് കമ്പനി തരുന്നത്.
അല്ലേ? ഇതിൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് 12% കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, ബ്രോൺസ് റൈറ്ററായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലേ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ബ്രോൺസ് ആയി കഴിഞ്ഞാൽ എപ്പോഴും വരുമാനം, എല്ലാ മാസവും ശമ്പളം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്കൊരു കടയുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് ഈ മാസം നല്ല കച്ചവടം നടന്നു, ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരു തുണിക്കട തുടങ്ങുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇന്ന് ഈ മാസം ഓണത്തിന്റെ മാസമാണ്, അപ്പോൾ നല്ലോണം ആൾക്കാർ ഡ്രസ്സ് വാങ്ങിക്കും, ഈ മാസം ഭയങ്കര കച്ചവടമാണ്, അല്ലെ? ഒരു 10-50,000 രൂപ നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാക്കാൻ പറ്റും. അടുത്ത മാസം ഓണത്തിന് എല്ലാവരും സാധനം വാങ്ങിക്കാൻ പൈസക്ക് ടൈറ്റാണ്. അടുത്ത മാസം കടയിൽ ഒന്നും നടന്നില്ല, ഒന്ന് രണ്ട് കച്ചവടം ഡ്രസ്സ് മാത്രമേ സെയിലായിരിക്കും. ഈ ഓണത്തിന് നടന്ന കച്ചവടം അടുത്ത മാസം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ചില ആൾക്കാർ കഴിഞ്ഞ മാസം ഇത്ര പൈസ കിട്ടി, ഈ മാസം അത്ര കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എത്ര രൂപയുടെ ടേൺ ഓവറാണ് കമ്പനിക്ക് ഈ മാസം കൊടുത്തിരിക്കുന്നത്, ഈ നവംബർ മാസം നടന്നുകൊണ്ടിരിക്കുന്ന മാസം, നവംബർ മാസം തീരാൻ പോകുന്ന മാസം, നിങ്ങൾ മാസം തീരാൻ പോകുന്ന 3 ദിവസമേ ഉള്ളൂ. ഈ 3 ദിവസം കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുതിയൊരു ജോയിനിങ്ങിലേക്ക് നടത്തി അതിലൊരു പർച്ചേസിങ് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം അവിടെ കൂടുന്നുണ്ടാവും. വലിയ ആൾക്കാരും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ അടുത്ത മാസം 2-ാം തീയതിക്ക് ശേഷം ചെയ്ത ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത് കൊണ്ട് അടുത്ത മാസത്തേക്ക് പർച്ചേസിങ് ആക്കുന്ന ആൾക്കാരുണ്ട്. കാരണം പല ആൾക്കാരും അടുത്ത മാസം ചെയ്യുന്നതിന് അവർക്ക് ആ വന്ന വ്യക്തിക്ക് ഒരു ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അടുത്ത മാസത്തേക്ക് ആക്കുന്ന ആൾക്കാരുണ്ട്. അത് പുതിയ ജോയിനിങ് ആണ്. നിങ്ങൾ 12%-കാരനാണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇത്ര നമുക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ടും പല ആൾക്കാരും അടുത്ത മാസം ചെയ്ത ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് പറയുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് ഓരോ ആൾക്കാർ മൈൻഡ് സെറ്റാണ്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ അവർക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. ഇതാണ് ഒരു 16% വരെ ബോണസ് വാങ്ങിക്കുന്ന ലെവലുകളാണ്. ആർക്കെങ്കിലും ഇതിൽ മനസ്സിലാകുന്നുണ്ടോ? നാളെ വരുമാനം കുറഞ്ഞിട്ട് വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ഇനി ഞാൻ ഈ 16%, ഈ ഒരു ബോണസ് പല ആൾക്കാർക്ക് അറിയത്തില്ല. ഇതാണ് ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകമാണ്. നമ്മളെ 9 തരം വരുമാനത്തിന് ഒരു ഇൻകമാണ് ഡയറക്ടർ ബോണസ്. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടറാണ്. ഇപ്പം ഇതിൽ 16% ആയ ആൾക്കാരുണ്ടാവും അല്ലെ? 16%-കാരൻ ആരും കൊണ്ട് ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാളുടെ പേര്, ജാസ്മിന്റെ പേര് പറയാം. 16%. ജാസ്മിൻ ഈ മാസം, ഇത് ഡിസംബർ മാസമാണ്, അല്ല ഈ വരാൻ പോകുന്ന ഡിസംബർ മാസമാണ്. നിങ്ങൾ 16% ഈ ഡിസംബർ മാസം ആവുകയാണ്. പേര് വിളിക്കുന്നുണ്ട് നമ്മൾ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇതാ മുമ്പിൽ കാണുന്ന മെസ്സേജ് അയച്ച വ്യക്തിയുടെ പേരാണ് വിളിക്കുന്നത്. ഇപ്പൊ ജാസ്മി ആണ്. ജാസ്മി ഈ ഡിസംബർ മാസം 16% ആവാൻ പോവാണെന്ന് വെച്ചാൽ 16% ആയി. പക്ഷെ നിങ്ങൾക്ക് ഈ ഡയറക്ടർ ബോണസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആ മാസത്തെ വോളിയം, ഡിസംബർ മാസത്തെ വോളിയം 2000 ആയി മാറും. 2000-ന് മേലെ എത്ര പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് കിട്ടും. ക്ലിയർ ആകുന്നുണ്ടോ? അതാണ് സ്ട്രക്ചർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മാസം 16% ആവുന്നു, 5500 PV ആവുന്നു ടോട്ടൽ വോളിയം. നിങ്ങളുടെ അതുവരെ 2000 PV ആവുന്നത് വരെ, ഒരു മാസം ആവുന്നത് വരെ ബോണസ് ഡയറക്ടർ ആകാൻ പറ്റില്ലായിരിക്കും സർ? ഇല്ല, നിങ്ങൾ ഒരു മാസം ഏത് മാസമാണോ ബ്രോൺസ് ഡയറക്ടർ ആവുന്നത് ആ മാസം 2000 PV നിങ്ങൾക്ക് ആവണം. നിങ്ങൾക്ക് എല്ലാ മാസവും ഡയറക്ടർ ബോണസ് വേണമെങ്കിൽ എല്ലാ മാസവും 2000 PV വേണം. 2000 PV എന്ന് പറഞ്ഞാൽ മിനിമം കേട്ടോ. അതുകൊണ്ട് 2000 PV ആക്കി നിർത്തലല്ല. 2000 PVക്ക് മേലെ എത്രയോടെ പോകുന്ന അത്രയും വരുമാനം കൂടിക്കൊണ്ടിരിക്കും. 2000 PV മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞ സാധനം 15% കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ നമ്മൾ പല സമയത്ത് ആയിഷ മാഡത്തിൻ്റെയും രഹാനത്തിൻ്റെ മാഡത്തിൻ്റെയും ഭീമ മാഡത്തിൻ്റെയും പല ആൾക്കാരും ബോണസ് ഗ്രൂപ്പിൽ ഇടുന്ന കണ്ടില്ലേ? ആ ബോണസ് ഇടുന്ന സമയത്ത് ആ ബോണസ് ചെക്ക് വെക്കും. പെർഫോമൻസ് ബോണസ് എത്ര, ഡയറക്ടർ ബോണസ് എത്ര, ലീഡർഷിപ്പ് ബോണസ് എത്ര, കാർ ഫണ്ട് എത്ര, അല്ല നമുക്ക് ഇടുന്ന ആ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്. അതെല്ലാം ചെക്ക് ചെയ്ത് ഡോക്ടറിന് ചോദിക്കണം കേട്ടോ. ഡയറക്ടർ ബോണസ് കിട്ടാൻ നിങ്ങൾ 16% ആവും വേണം. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ മാസവും ഡയറക്ടർ ബോണസ് വേണമെങ്കിൽ എല്ലാ മാസവും 2000 PV മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ ബോണസ് കിട്ടും. ക്ലിയർ ആകുന്നുണ്ടോ? ഡയറക്ടർ ബോണസ് അങ്ങനെയാണ് കിട്ടുക. അതിന് ഇതിൻ്റെ ഈ ഒരു ചാർട്ട് കണ്ട, ഇത് ആർക്കും എന്താ ഇപ്പോഴും സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, ഈ ഡയറക്ടർ ബോണസ് നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് PV 16%-കാരൻ സെൽഫ് PV മിനിമം 40 ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ 30 PV ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ മാസം ആ പൈസ ഒന്നും കിട്ടത്തില്ല, അവിടെ ഹോൾഡായി കിടക്കും. നിങ്ങൾ 39 PV ചെയ്ത് കഴിഞ്ഞാലും ആ പൈസ ഹോൾഡാണ്, നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നില്ല.
നിങ്ങൾ മിനിമം 40 ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തെ ബോണസ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. പല ആൾക്കാർക്ക് ബോണസ് ഹോൾഡായി കിടക്കുന്നുണ്ടാവും. സെൽഫ് ഇ വി ചെയ്യാത്തതുകൊണ്ട്, സെൽഫ് ഇ വി 40 മിനിമം ഇല്ലാത്തതുകൊണ്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ആ മിനിമം 40 എങ്കിലും അവിടെ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ബോണസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. മിനിമം 40 ചെയ്യുക. ടോട്ടൽ വോളിയം നിങ്ങളുടെ സെൽഫ് പി വിയും നിങ്ങളുടെ ഗ്രൂപ്പ് വോളിയം കൂടി ചേർന്നിട്ട് 2000 മിനിമം വേണം. അതിന് മേലോട്ട് എത്ര കൂടിയാലും അതിൻ്റെതായ പ്രോഫിറ്റ് കൂടുന്നുണ്ടാവും. ജാസ്മിക്ക് എന്താ സംശയം? ഇല്ല സാർ, എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ പറയാന്ന് വെച്ചായിരുന്നു. പറഞ്ഞോളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ്. ക്ലിയർ, ഓക്കെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം ബ്രോൺസ് സെലക്ടർ ആയി കഴിഞ്ഞാൽ പല ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും സ്ഥിരമായിട്ട് ബ്രോൺസ് സെലക്ടർ ആണോ എന്ന് വെച്ചാൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ബ്രോൺസ് സെലക്ടർ അതിൽ മാറ്റുന്നില്ല. പക്ഷേ ഇപ്പം സുഹറ ഈ മാസം ബ്രോൺസ് സെലക്ടർ ആയി. ഈ മറ്റന്നാൾ പോസ്റ്റ് ഇടുകയാണ്, ബ്രോൺസ് സെലക്ടർ പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പല ആൾക്കാരും ആ പോസ്റ്റ് വന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ട് സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും കണ്ട് സന്തോഷം കഴിഞ്ഞ് ആദ്യത്തെ 15 ദിവസം ഒന്നും പണിയെടുക്കത്തില്ല, അടങ്ങി ഒതുങ്ങി കൂടുകയുള്ളൂ. പിന്നെ കുറച്ച് എന്തെങ്കിലും പി വി മാത്രമേ അടുത്ത മാസം വരുന്നുള്ളെങ്കിൽ, സുഹറയുടെ അടുത്ത മാസത്തെ വോളിയം 1000 ഉള്ളൂ, 2000 വന്നിട്ടില്ല. കാരണം ഈ മാസം എല്ലാവരെ കൊണ്ടും മാക്സിമം പർച്ചേസ് ചെയ്യിപ്പിച്ചു, ആരെയും പൈസ ഒന്നുമില്ല. അടുത്ത മാസം പകുതി വോളി 1000 വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പൈസയൊക്കെ നിങ്ങൾക്ക് വരും, ചെയ്ത ബോണസിൻ്റെ ഒക്കെ പൈസ വരും. 1000 ബോണസ് നമുക്ക് വരും. ആ ബോണസിൽ 16 ഈ ഡയറക്ടർ ബോണസ് ഉണ്ടാവത്തില്ല. നിങ്ങൾ അവിടെ കാണിക്കുന്നത് ലാസ്റ്റ് മന്ത് ക്വാളിഫിക്കേഷൻ നോൺ ക്വാളിഫൈഡ് ബ്രോൺസ് ഡയറക്ടർ എന്നാണ് കാണിക്കുക. ക്വാളിഫൈഡ് ബ്രോൺസ് ഡയറക്ടർ നിങ്ങൾ അതാത് മാസം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. 2000 എങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം ഡയറക്ടർ ബോണസ് ഉണ്ടാവും. സുഹറ ബ്രോൺസ് ഡയറക്ടർ ഈ മാസമായി ഇൻകം വാങ്ങിച്ചു, ഒരു 4000 രൂപ ഇൻകം വാങ്ങിച്ചു, അല്ലെങ്കിൽ 5000 ഇൻകം വാങ്ങിച്ചു. എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രോൺസ് ഡയറക്ടറിന്റെ ഇൻകം ഫിക്സഡ് അല്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. 24,000 വരെ സജിനി മേഡം വാങ്ങിച്ചിട്ടുണ്ട് ബ്രോൺസ് ഡയറക്ടറായിട്ട് ഒരു മാസം. അവരെ ജോയിൻ ചെയ്ത മാസം തന്നെ 24,000 വാങ്ങിച്ചിട്ടുണ്ട്. അത് എല്ലാ മാസവും അങ്ങനെയല്ല, അത് കൂടും കുറയും. 2500 വാങ്ങിച്ച ബ്രോൺസ് ഡയറക്ടർ ഉണ്ട്, 3000 വാങ്ങിച്ച ബ്രോൺസ് ഡയറക്ടർ ഉണ്ട്, 4000 വാങ്ങിച്ച ബ്രോൺസ് ഡയറക്ടർ ഉണ്ട്, 5000 വാങ്ങിച്ചിട്ടുണ്ട്, 7000 വാങ്ങിച്ച ആൾക്കാരുണ്ട്, 8000 വാങ്ങിച്ച 15,000 വാങ്ങിച്ച ബ്രോൺസ് ഡയറക്ടർ ഉണ്ട്, അതുപോലെ 24,000 വാങ്ങിച്ച ബ്രോൺസ് ഡയറക്ടറും ഉണ്ട്. ക്ലിയർ ആകുന്നുണ്ട്? ഈ വ്യത്യാസം എങ്ങനെ വരുന്നതെന്ന് അറിയാം. ഇവൻ സുഹറ ഈ മാസം ബ്രോൺസ് ഡയറക്ടറാണ്. ടീമിലൊന്നും ആരും ജോയിൻ ആയിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അല്ലേ. ചില ആൾക്കാർക്ക് ബിസിനസ് വളരെ സ്പീഡായി ചെയ്യണം, കമ്പനിയിൽ നല്ല വിശ്വാസമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ചില ആൾക്കാർ ചെയ്യുന്നത് വീട്ടിലൊരു ചെറിയൊരു ഒരു സ്റ്റോക്ക് കോർണർ പോയിന്റ് വെക്കുന്നത്, നമുക്കൊരു ടീം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹോം മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മുഴുവൻ സാധനം ഒരുമിച്ച് അങ്ങ് പർച്ചേസ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1 ലക്ഷം രൂപക്ക് മേലെ സാധനം പർച്ചേസ് ചെയ്തിട്ട് ആ വീട്ടിലൊരു സ്റ്റോക്ക് പോർണർ, ഇപ്പം കറുകപ്പുത്തൂരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. അതുപോലെ മനോജ് സാർ ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ എന്താണ് ഏത് സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവിടെ ആരൊക്കെ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ മനോജ് സാർ ഇപ്പോൾ ഒരു സ്റ്റോക്ക് പോയിന്റ് തുടങ്ങാൻ പോവാണ്. അതിലൊരാൾ ബിസിനസ് സീരിയസ് ആയി വന്നിരിക്കുന്ന വ്യക്തിയാണ്. അവർ ഇതുപോലെ 1 ലക്ഷം രൂപക്ക് സാധനം വാങ്ങിച്ചിട്ട് കുറച്ച് സാധനം അവിടെ സ്റ്റോക്ക് വീട്ടിൽ വെച്ചിട്ട് അവർ സ്വന്തം സെൽഫ് പർച്ചേസ് ചെയ്യുന്ന 1 ലക്ഷം രൂപക്ക് സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലൊരു സ്റ്റോക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ അവിടെ ബില്ലിംഗ് ഒന്നും നമുക്ക് കിട്ടത്തില്ല, നമ്മുടെ സ്വന്തം ഐ ഡിയിൽ പർച്ചേസ് ചെയ്ത് സാധനം അവിടെ വെച്ചിരിക്കുക, സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ടീം ഉണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം എടുത്ത് കൊടുത്തിട്ട് ടീമിൽ അവർക്ക് അവർ ഐ ഡി പർച്ചേസ് ചെയ്ത് നമുക്ക് ആ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ സുഹറേൻ്റെ കാസർഗോഡ് നമുക്ക് അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു നിങ്ങൾ സെൽഫ് ഇ വി പർച്ചേസ് ചെയ്ത് ബ്രോൺസ് ഡയറക്ടർ ആവാം ഈ മാസം എങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് സെൽഫ് ഇ വി ഇത്രയും പി വി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവനും 16% നിങ്ങൾക്ക് വരും ആ മാസം. ഓക്കെ. അപ്പോൾ അത് മുഴുവൻ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ 16% നമുക്ക് പേഴ്സണലി വരും. നമ്മളതിൽ അത്രയും പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടാവും. നമ്മുടെ ടീമിൽ ആൾക്കാർ സാധനം വാങ്ങിക്കുമ്പോൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർ ഐ ഡി വാങ്ങിച്ചിട്ട് ബില്ലടിക്ക് ഈ സാധനം അവിടെ സ്റ്റോക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകൊണ്ടിരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? അവർക്കുള്ള പ്രീ പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കണം, എല്ലാം കൊടുത്ത് ആ സ്റ്റോക്ക് അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത സാധനം അവിടെ തന്നെ ഉണ്ടാവും, നഷ്ടപ്പെടുത്തില്ല. ഇന്ന് പല കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ മൈ ലൈഫ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. 1 ലക്ഷം രൂപയുടെ സാധനമൊക്കെ വാങ്ങിപ്പിച്ചിട്ട് ഇതുപോലെ ഹോം ഷോപ്പിൽ തുടങ്ങിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ട് മൈ ലൈഫിൻ്റെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, ആർ സ്കീം ഒക്കെ ചെയ്തിട്ടുണ്ടാവും. 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് ഒരു ഹോം ഷോപ്പിൽ ചെയ്യിപ്പിക്കും, മുള്ളൂർക്കര ഹോം ഷോപ്പിൽ ചെയ്യിക്കും. പിന്നെ അവർ സഹായിക്കാൻ പോയില്ല, ഈ സാധനം മൂവ് ചെയ്യാനുള്ള സംവിധാനം പറഞ്ഞു കൊടുക്കത്തില്ല. അവരുടെ കാര്യം കഴിഞ്ഞു, ഇനി ആ ഭാഗത്ത് പോയിട്ട് കാര്യം ഒഴിവാക്കി പോകുന്ന ഈ ഹോം ഷോപ്പിലേക്ക് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അവിടെ പോയിട്ട് സപ്പോർട്ട് ചെയ്ത് ആ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഒരു കുറേ കഴിയുമ്പോൾ വലിയ ഷോപ്പാക്കി എടുക്കാൻ പറ്റുമോ? അതിനെ ഒരു ബിസിനസ് മൈൻഡിലേക്ക് വരുന്ന വ്യക്തികളാണെങ്കിൽ
നിങ്ങളിതിൽ വലിയൊരു ഇൻകം ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ജാസ്മിയൊക്കെ ആലപ്പുഴയാണ്. ആലപ്പുഴ ഷോപ്പ് വെസ്റ്റിജിന് എവിടെയും ഷോപ്പില്ല. അപ്പോൾ അവർ വേണമെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ കയ്യിലുള്ള വ്യക്തിയാണ്, ബിസിനസ് മൈൻഡിൽ വരുന്ന വ്യക്തി, താഴെ ടീമൊക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഒരു ഹോം ഷോപ്പിൽ തുടങ്ങാൻ പറ്റും അവർക്ക്. അവിടെ ബില്ലിങ്ങിന് നമുക്ക് വരുമാനമൊന്നും കിട്ടത്തില്ല എങ്കിൽ പോലും ഇപ്പം നിങ്ങൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത് 18-ാം തീയതിയാണ്. 14-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരു ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രോൺസ് സെലക്ടറായി മാറാനും അതിൻ്റെ 16% ഇൻകം നിങ്ങൾക്ക് വാങ്ങിക്കാനും അതിൻ്റെ ഫ്രീ പ്രൊഡക്റ്റ് മുഴുവൻ നിങ്ങൾക്ക് വാങ്ങിക്കാനും സാധിക്കും. ഒരു ഹോം ഷോപ്പിൽ തുടങ്ങാം. നിങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ മീറ്റിംഗ് നടത്താനും അവിടെ വന്ന് സാധനം പർച്ചേസ് ചെയ്യുക, എടുത്തിട്ട് പോകാനും, പർച്ചേസിംഗ് അല്ല സാധനം വാങ്ങിച്ചു പോകാനും അവരെ ഐ ഡിയിൽ നമുക്ക് ബില്ലടിച്ചിട്ട് ആ സാധനം അവരുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ഥിരമായിട്ട് ഈ സാധനം എടുത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ സ്റ്റോക്ക് എപ്പോഴും ആ 1 ലക്ഷം രൂപയുടെ സാധനം അവിടെ കിടക്കുന്നുണ്ടോ എപ്പോഴും. അപ്പോൾ നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഫ്രീ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 5-ാമത്തെ മാസം കൊടുക്കുന്ന ഫ്രീ പ്രൊഡക്റ്റ് ഈ സ്റ്റോക്ക് അവിടെ ഇങ്ങനെ എപ്പോഴും കൂടി കൂടി കിടക്കുന്നല്ലോ. നമുക്ക് ഇത് വെച്ച് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ സ്വന്തം കസ്റ്റമർ ഉണ്ടെങ്കിൽ, പുറത്ത് കൊടുക്കുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് ആ പൈസ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു റോളിങ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇതാണ് ബിസിനസ് മൈൻഡ് ചെയ്യുന്ന ആൾക്കാർ. ആർക്കും അതിൽ സംശയമുണ്ടോ? ഇപ്പം ജാസ്മിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജാസ്മിക്ക് ഷോപ്പുണ്ട്, സ്വന്തമായിട്ടൊരു കടയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം 16% എത്തിയ വ്യക്തിയാണ്. നിങ്ങൾ 16% ആയി എന്ന് ഉദാഹരണം വെച്ചോ. നിങ്ങൾക്ക് ഈ മാസം ബ്രോൺ സെലക്ടർ ആവാൻ ടീമിൽ കുറച്ച് വോളിയം വന്നിട്ടുണ്ട്. ഒരു 1000 PB ആയിട്ടുണ്ട് ടീമിൽ. മൊത്തത്തിൽ നിങ്ങൾ ഇറക്കം 1000 PB വന്നിട്ടുണ്ട്. ഈ മാസം 16% ആയിട്ടുണ്ട്, പക്ഷെ ബ്രോൺസ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ ബ്രോൺ സെലക്ടറിൻ്റെ ഡയറക്ടർ ബോണസ് വാങ്ങിക്കണമെങ്കിൽ ഒരു 1000 PB എക്സ്ട്രാ പർച്ചേസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഒരു 1000 PBക്ക് എത്ര പൈസ വരിക? 30,000 രൂപക്കുള്ള സാധനം വാങ്ങിച്ചാൽ 1000 PB ഒരു 30,000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ സാധിക്കുവാണെങ്കിൽ ഒരു 30,000 രൂപയുടെ സാധനം നിങ്ങളുടെ സെൽഫ് ഐ ഡി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അത് എപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 18-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് വേറെ രീതി ചെയ്യാം, 14-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കൺസിസ്റ്റൻസിയായി മാറും. മനസ്സിലായില്ലേ? 460 രൂപയിൽ നമുക്ക് കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റും. ഫ്രീ പ്രൊഡക്റ്റ് അവിടെ കിട്ടും. 14-ാം തീയതിക്ക് ശേഷം 18-ാം തീയതിക്കുള്ളിൽ ഡേറ്റിൽ ബാക്കി ഒരു 400 PB ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി, അതിനുശേഷമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ഫ്രീ പ്രൊഡക്റ്റ് എല്ലാം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ 1000 PB അവിടെ കവറായി, ക്വാളിഫിക്കേഷനായി. ഈ സ്റ്റോക്ക് നിങ്ങളുടെ ഷോപ്പിൽ ആ ചെറിയൊരു സൈഡിൽ ഒരു കോർണറിൽ വെസ്റ്റിജിന് മാത്രം ഒരു ഷെൽഫ് സെറ്റ് ചെയ്യുക, അവിടെ സാധനം വെക്കുക. നിങ്ങളുടെ ടീമിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എപ്പോൾ സാധനം വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു പോവാം. അവർ ഐ ഡിയിൽ പർച്ചേസ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. മനസ്സിലായി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാറേ. ഓക്കെ, അത് ഇപ്പോൾ ചെയ്യുന്നത് എപ്പോൾ ചെയ്ത് ബ്രോൺ സെലക്ട് 16% ആവുന്ന സമയത്ത് ചെയ്യുക. ടീമിൽ കുറച്ച് ആൾക്കാർ ജോയിനിങ് ആയിട്ടുണ്ട്, 16% ആവുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 30,000 രൂപയുടെ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ഈ കൺസിസ്റ്റൻസിയിലെ ഫ്രീ പ്രൊഡക്റ്റ് ഈ 30,000 സാധനം കുറച്ച് കഴിയുമ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ സാധനമായി മാറുന്നുണ്ടാവും. ഈ 30,000 നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും കേട്ടോ. അവരുടെ ഐ ഡി വെച്ച് നമ്മൾ സാധനം സ്റ്റോപ്പിൽ എടുത്ത് വെക്കണം. ആ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സെൽഫ് ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കുക, ഉപയോഗിക്കുക. നിങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ സെൽഫ് ബി നിങ്ങൾക്ക് സ്വന്തം പേഴ്സണലായിട്ട് കസ്റ്റമർ ഉണ്ടാവില്ല, ചങ്ങായിമാരുണ്ടാവില്ല, നിങ്ങൾ കടയിൽ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ കൊടുക്കുന്ന സമയത്തേക്ക് അതെല്ലാം നിങ്ങളുടെ സ്വന്തം പർച്ചേസിംഗ് അല്ലേ. ആ സാധനത്തോടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഷോപ്പിൽ 1 ലക്ഷം രൂപയുടെ സാധനമായി മാറുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന സാധനമായിരിക്കും. അപ്പോൾ ഒരു വലിയ സ്റ്റോക്കായി മാറുന്ന കുറേ കസ്റ്റമറായി മാറുമ്പോൾ നിങ്ങൾക്ക് കമ്പനിയോട് തന്നെ ചോദിച്ചിട്ട് അവിടെ മിനി DLCP പോലെ തുടങ്ങാൻ പറ്റും. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ബില്ല് ഇപ്പം നിങ്ങൾ ചങ്ങായിമാർ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബില്ലിങ്ങിനകത്ത് ഒരു 3,000 രൂപ അതിനകത്ത് കിട്ടും, ബില്ല് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അതെ, 1 ലക്ഷം രൂപ സാധനം അഡ്രസ്സിലേക്ക് സാധനം വരിക. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ ചിന്തിക്കാൻ പറ്റും. ബിസിനസ് മൈൻഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഓക്കെ, അത് നമുക്ക് ചെയ്യാം. 16% ആകുമ്പോൾ ഞാൻ ആക്ച്വലി ജാസ്മിന്റെ ഷോപ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലാകുന്നുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഷോപ്പില്ല. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ടീമിന് വേണ്ടി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ട്, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ബിസിനസ് പോകുന്ന സമയത്ത് നമുക്ക് കമ്പനിയോട് പറഞ്ഞ് ആലപ്പുഴയിൽ ഒരു ഔട്ട്ലെറ്റ് മിനി ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കാം. പിന്നെ എന്താ ഗുണമെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ആലപ്പുഴ ജില്ലയിലെ ഒരുപാട് ടീമുണ്ട്. അവരെല്ലാവരും നമ്മുടെ കമ്പനിയുടെ അപ്ലിക്കേഷനകത്ത് മൈ ബ്രാഞ്ചസ് പോയി കഴിഞ്ഞാൽ വെസ്റ്റിൻ്റെ ബ്രാഞ്ചസ് ആലപ്പുഴ അടിക്കുമ്പോൾ ജാസ്മിൻ്റെ ഷോപ്പിൻ്റെ അഡ്രസ്സ് കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആര് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ലടിച്ച് കൊടുത്താൽ 1 ലക്ഷം രൂപക്ക് ബില്ലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,000 രൂപ കമ്മീഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുക, നമുക്കവിടെ കുറേ ടീമുണ്ടെങ്കിൽ അവരെല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ ബില്ലടിച്ചാൽ 3,000 കമ്മീഷൻ, 2 ലക്ഷം രൂപ ബില്ലടിച്ച് കഴിഞ്ഞാൽ 6,000 കിട്ടി.
5 ലക്ഷം രൂപയുടെ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ 15,000 കിട്ടി. അത് ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട്, ODCCക്കാണ്. നിങ്ങൾ മിനി DLCP ആണ്, കുറച്ചും കൂടി കമ്മീഷൻ കൂടും. വലിയ DLCP ആണെങ്കിൽ 5% കമ്മീഷൻ കിട്ടും കേട്ടോ. 1 ലക്ഷം രൂപയുടെ ബില്ല് അടിച്ച് 5,000 കിട്ടും എന്ന് വെച്ച് ആ അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ജാസ്മി ആ ഷോപ്പിലിരുന്ന് അതിന് കിട്ടുന്ന ആ ഒരു 3,000-4,000 രൂപയിൽ ബിസിനസ്സിൽ ഫോക്കസ് ആയിരിക്കും. നിങ്ങളുടെ ബിസിനസ് വലുതാവാൻ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. പല ആ ആൾക്കാരും ഇപ്പം മലപ്പുറം തിരൂർ ഷോപ്പിൽ അനീഷ് ചേംബ്രന്റെ ഷോപ്പാണ്. അനീഷ് ചേംബ്രന്റെ വൈഫാണ് അവിടെ ഇരിക്കുന്ന ബില്ല് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വൈഫ് അവിടെ ഇരുന്ന് ഏകദേശം ഒരു 10-20 ലക്ഷത്തിന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ടേൺ ഓവർ ഉണ്ട് അവർക്ക്. 10 ലക്ഷം രൂപയുടെ ബില്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ അത്രയും ബെനിഫിറ്റ് അവരുടെ ഷോപ്പിന്റെ വാടകയും അവരുടെ ശമ്പളമാണ്. ഹസ്ബൻഡാണ് പുറത്തിറങ്ങിയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, ഷോപ്പിൽ ബില്ലടിക്കുന്നുണ്ടോ. ക്ലിയർ. അപ്പോൾ വൈഫിന് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പണം വരുമാനം അവിടെ വരും, ഹസ്ബൻഡ് ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഹസ്ബൻഡ് വൈഫുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്ത വ്യക്തി, ഇപ്പൊ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങൾ ഷോപ്പിലിരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് അവിടെ വരുന്ന കസ്റ്റമർ സോപ്പ് ചോദിക്കുമ്പോൾ, കോൾഗേറ്റ് ചോദിക്കുമ്പോൾ ഓരോ വ്യക്തികളെയും ഈ കോൾഗേറ്റിന് പകരം ഇതെടുത്ത് കൊടുക്കുക, ഇത് അവർ പ്രൊമോഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് സാധനം വാങ്ങിക്കുന്ന എല്ലാ ആൾക്കാരും ഈ കോൾഗേറ്റിന് പകരം ഇതായിരിക്കും വാങ്ങിക്കുന്നത്, സന്തൂറിന് പകരം നമ്മുടെ സോപ്പായിരിക്കും വാങ്ങിക്കുന്നത്, ചായപ്പൊടി നമ്മൾ അങ്ങനെ കസ്റ്റമർ എല്ലാം ഇതന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കടയിൽ ഓർഗാനിക് പ്രൊഡക്റ്റ് കിട്ടുന്ന നല്ലൊരു കടയും മാറുന്നുണ്ട് അവിടെ. ഇത് കണ്ടോ, ആ രീതിയിലൊക്കെ ആ ജാസ്മിൻ ഇരിക്കുന്നത്. അതിൽ ഞാൻ ജാസ്മിന്റെ പേര് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കടയിലോട് പറഞ്ഞതാണ്. കടയില്ലാത്തവർക്ക് വീട്ടിൽ ചെയ്യാം കേട്ടോ. ഹോം ഷോപ്പിൽ പോലെ വീട്ടിൽ ചെയ്യാൻ പറ്റും. കറുകപ്പുത്തൂർ എന്ന സ്ഥലത്ത് വീട്ടിലാണ്. ഇപ്പൊ തൃശ്ശൂർ ചെയ്യാൻ പോകുന്ന വീട്ടിലാണ്. നമ്മുടെ ലിജി മാഡം തലശ്ശേരി ചെയ്യുന്നത് വീട്ടിലാണ് കേട്ടോ. ഓരോ സ്ഥലത്തും വീടുകൾ ചെയ്യും. തളിപ്പറമ്പ് ഷോപ്പിലാണ്, പക്ഷെ അത് ODCC ആണ്. ഷോപ്പിന്റെ വാടക അവർ ലീഡർമാരെല്ലാം 5 ലീഡർമാർ 1,000 തൊട്ട് 5,000 രൂപ വാടക കൊടുക്കണം കേട്ടോ. ഷോപ്പ് വേണമെങ്കിൽ നമുക്ക് 5 ലീഡർമാരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ 5 ലീഡർമാർ 1,000 വാടക കൊടുത്ത് കടയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്ക് ഉണ്ട് ഇതിന്. ഈ പറഞ്ഞ 16% ഇതെല്ലാം നമുക്കൊരു ജോയിൻ ചെയ്ത്, ഇപ്പൊ ജാസ്മി ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ജാസ്മിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ജാസ്മി ഒരിക്കലും ചെയ്യത്തില്ല, കാരണം ആ പൈസ നഷ്ടമാവും നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലേ? ഒരിക്കലും നിങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ ഇന്ന് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നല്ല ഇഷ്ടമാണ്, നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാണ്, നമ്മൾ ചെയ്തതിന്റെ വരുമാനം കറക്റ്റായി കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയറാ. ഇതൊരിക്കലും നമ്മുടെ മൈ ലൈഫ് ഒക്കെ ചെയ്യുന്നത് എന്താണ്, ഒരു ജോയിൻ ചെയ്ത വ്യക്തി അപ്പൊ തന്നെ 1 ലക്ഷം രൂപ സാധനം വാങ്ങിപ്പിക്കുക. ഈ പാവത്തിന് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയത്തില്ല, ഇത് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, എങ്ങനെയാണ് ഇത് മൂവ്മെന്റ് ചെയ്യാൻ അറിയത്തില്ല, പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കത്തില്ല, അവർ നിർത്തിപ്പോകും. മൈ ലൈഫ് കമ്പനി മോശമായിട്ടല്ല, മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്കീമാണ്, വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്ത് കൊടുക്കുന്നതാണ്. അവർ പക്ഷെ ഇങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിർത്തേണ്ടി വരില്ല ബിസിനസ്. പ്രൊഡക്റ്റ് നടന്ന് സെയിൽ ചെയ്യലല്ല ബിസിനസ്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ബിസിനസ് മൈൻഡിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിച്ചത് നമുക്ക് ഈ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ജാസ്മി ആലപ്പുഴ ചെയ്യുന്നു, കാസർഗോഡ് നമുക്ക് സുഹറയുണ്ട്, സുഹറക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജാസ്മിയുടെ ഒരു കസ്റ്റമർ കാസർഗോഡാണല്ലേ, അല്ല നിങ്ങളുടെ ടീം മെമ്പർ കാസർഗോഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ജാസ്മിക്ക് വരെ സുഹറേന്റെ ഷോപ്പുണ്ട് കാസർഗോഡ്, അവിടെ പോയി എടുത്തോ, അവിടെ പോയി ബില്ലടിച്ചോ. വേണമെങ്കിൽ സുഹറയ്ക്ക് ഒരു കസ്റ്റമർ ആലപ്പുഴ ഉണ്ട്, സുഹറേന്റെ ടീമിൽ ആലപ്പുഴ ഒരാളുണ്ട്, സുനിലാട്ടുണ്ട്. ആലപ്പുഴ സുനിലാട്ടിന് അവിടെ പോയി ജാസ്മിനിലേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറ്റും. ബില്ല് ഇവിടെ നിന്ന് അടിച്ചിട്ട് ബില്ലിംഗ് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മനസ്സിലായില്ലേ? അപ്പോൾ ഓൺലൈനിൽ നമുക്ക് ബില്ല് അടിച്ചിട്ട് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ആ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ടീമിൽ, ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്ലാൻ, ഞാൻ അടുത്ത വർഷം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ പ്ലാൻ. ആലപ്പുഴ 1-2 സ്ഥലത്ത് ഔട്ട്ലെറ്റ്, കാസർഗോഡ് 1-2 സ്ഥലത്ത് ചെറിയൊരു ഔട്ട്ലെറ്റ്, ഈ രീതിയിലൊക്കെ എല്ലാ സ്ഥലത്തും നമ്മുടെ ടീമിലെ ആൾക്കാരൊക്കെ മുഴുവനും നമ്മുടെ ടീമിൽ തന്നെ ബില്ല് അടിച്ചിട്ട് ഒരു വരുമാനം സെറ്റാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും അപ്പോഴേക്കും നമുക്ക് ടീമൊക്കെ സെറ്റ് ആവും, നല്ല അടിപൊളി ടീമാവും. ഈ രീതിയിലൊക്കെ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് കിടക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ 16% ഏകദേശം എല്ലാവർക്കും ഡയറക്ടർ ബോണസ് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ മാസവും 2,000-ന് മേലെ മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് എല്ലാ മാസവും വാങ്ങിക്കാം. ബാക്കി ഈ ഡയറക്ടർ ബോണസും പെർഫോമൻസ് ബോണസും അതാ എല്ലാ മാസവും വേണമെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അവിടെ വർദ്ധിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ ജോയിനിങ് ഉണ്ടാവണം, പുതിയ ജോയിനിങ്ങിൽ PV കയറി വരണം, അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് കൂടുന്നുണ്ടോ. ഇപ്പം ഈ ആലപ്പുഴ ജാസ്മി ഈ മാസം ബ്രോൺസ് ഡയറക്ടർ ആവുന്നു, നിങ്ങൾ സെൽഫിവിയിലെ 16% കിട്ടുന്നു, ടീമിലുള്ള എൻ്റെ ഇതെല്ലാം കൂടെ ഡയറക്ടർ ബോണസും പെർഫോമൻസ് ബോണസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ. ഓക്കെ, ഇവിടെ ഒരു ബോണസ് കൂടെ എക്സ്ട്രാ വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പം ജാസ്മി ഈ മാസം ബ്രോൺസ് ഡയറക്ടർ ആവുകയാണ്, 2 ജാസ്മി കേട്ടോ, ആലപ്പുഴ 2 ജാസ്മി സാറേ ഇദ്ദേഹം ആലപ്പുഴ എവിടെയാണ്? ജാസ്മി എവിടെ ആലപ്പുഴ പറഞ്ഞു? ഞാനാണോ സാറേ? ആ ഞാൻ നേതാജിയിലാണ്. നേതാജിന്ന് കിഴപ്പോട്ട്
ആ ശരി ശരി. അല്ല ഞാൻ ചിലപ്പോഴൊക്കെ ചില സാധനമൊക്കെ എറണാകുളത്ത് പോയാ വാങ്ങിക്കാറ്. ഇപ്പൊ ആലപ്പുഴ വന്നാൽ അല്ല, അവിടുന്ന് ആലപ്പുഴ വാങ്ങിക്കാമല്ലോ അത്. വേറെയും ജാസ്മിൻ ഉണ്ട് ആലപ്പുഴയിൽ, കായംകുളം. ആ അത് ഒത്തിരി ദൂരം. ഓക്കെ, നമുക്ക് കായംകുളം ആക്കാം, ഈ നേതാജി അവിടെ ആക്കാം, എല്ലാ സ്ഥലത്തും ആക്കാം നമുക്ക് ചെറിയൊരു ഷോപ്പ് നമ്മളതായിട്ട്. ഓക്കെ, ഇതിൽ ഈ ഡയറക്ടർ ബോണസിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഡയറക്ടർ ബോണസിന്റെ കൂടെ ഇപ്പം സുഹറ ഈ മാസം ബ്രോൺസ് ഡയറക്ടർ ആവുകയാണ്, 2000 PV ബ്രോൺസ് ഡയറക്ടർ ആയത്. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ 2000 PV മേലോട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ ആവുന്നെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ഒരു 4000, 3500 ആ എമൗണ്ട്, അല്ലെങ്കിൽ ഒരു 5000 രൂപയുടെ ബോണസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതെന്താണ് ഈ വ്യത്യാസം വരുന്നത് അറിയോ? ഈ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ താഴെയുള്ള വ്യക്തി, നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങളുടെ താഴെ ഒരു ടീം മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ, ആ ഒരു ടീമിൽ നിന്ന് വന്ന വോളിയമാണ് നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആയെങ്കിൽ, ആ വ്യക്തി 12% ഉള്ളതെങ്കിൽ അവർക്ക് 12% ബോണസ് ലഭിച്ചു. ബാക്കിയുള്ള ബോണസാണ് നമ്മളിലേക്ക് വരുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ വരുമാനം 2500, 3000 ബ്രോൺസ് ഡയറക്ടറിന് ഇൻകം വരുന്നത്. നിങ്ങൾക്ക് ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് 3-4-5 ലെഗുകൾ ഉണ്ടെങ്കിൽ, അതിനകത്ത് നിന്നൊക്കെ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ഒരു ലെഗ് 5% ആയിരിക്കും, മറ്റേ ലെഗ് 8% ആയിരിക്കും, മറ്റേ ലെഗ് 12% ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബോണസ് കുറച്ച് കൂടുതലുണ്ടാവും. 5% ലെഗിന് 8% ലെഗിന് വോളിയം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബോണസ് ഇൻകം കൂടുന്നുണ്ടാവും. നിങ്ങൾ ആ സമയത്ത് പുതുതായി ജോയിനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻകം വരുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കൂടുതൽ ജോയിനിങ് നടത്താനും വോളിയം ഈ 2000 PV തന്നെ പിടിച്ചു നിൽക്കാതെ, അല്ല, ചില ആൾക്കാർ ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടോ? മിനിമം പേയ്മെന്റ് എല്ലാ മാസവും അടക്കണം. എല്ലാവരും മിനിമം പേയ്മെന്റ് അടക്കത്തുള്ളൂ. അത് മുഴുവൻ അടച്ചു തീർത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല, ലാഭമല്ലേ, അത് അടക്കത്തില്ല. മിനിമം പേയ്മെന്റ് അത്ര അടച്ചാൽ മതിയല്ലോ, അത് മാത്രമേ അടക്കത്തുള്ളൂ. ഇവിടെ 2000 PV എന്ന് പറഞ്ഞാൽ മിനിമമാണ്, അതിൽ കുറയാൻ പാടില്ല. മേലോട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എല്ലാവരുടെ മനസ്സിലും 2000 PV ആക്കണല്ലോ, 2000 PV ഈ മാസം ആക്കണല്ലോ. അത് ആവത്തില്ല, അവസാന ദിവസം പർച്ചേസ് ചെയ്തിട്ടാവും. പല ആൾക്കാരും ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. 2000 PV മിനിമം, അത് മനസ്സിൽ നിൽക്കും. ആവുമല്ലോ, സമയമുണ്ടല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ, ഒരാഴ്ച ഉണ്ടല്ലോ, 7 ദിവസം ഉണ്ടല്ലോ, 8 ദിവസം ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കും, ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ചാകുമ്പോൾ 31-ാം തീയതി ആവുന്നില്ല, 1-ാം തീയതി ആകുമ്പോൾ വൈകുന്നേരം വരെ ആവുമോ നോക്കും. 1-ാം തീയതി വൈകുന്നേരം വരെ ആവത്തില്ല. രാത്രി ആകുമ്പോൾ സാറേ ക്വാളിഫിക്കേഷൻ ആയിട്ടല്ലോ, എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, ഒരു 5000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പർച്ചേസ് ചെയ്യണം. കാരണം ഡയറക്ടർ ബോണസ് വാങ്ങിക്കാൻ വേണ്ടി ഈ 4000 രൂപ ഇൻകം വാങ്ങിക്കൊണ്ട് 10,000 സാധനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാകുമ്പോൾ കിട്ടിയത് 4000 രൂപയാണ്, 10,000 സാധനം വാങ്ങി, ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കയറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ആദ്യമേ ചെയ്തു വെക്കുക, മാക്സിമം ചെയ്തു വെക്കുക. എത്രത്തോളം 2000 PVക്ക് മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2500 വരെ നിങ്ങൾ വാങ്ങിച്ചാൽ പോലും ഈ നോർമൽ ഇൻകം കിട്ടുക. 2590 ആണെങ്കിൽ പോലും നോർമൽ ഇൻകം കഴിക്കുക. ആ അവിടെ ഈ സാധനം കിട്ടാൻ വേണ്ടി നിങ്ങൾ 2600 PV ഉണ്ടായാൽ മതി. 2600 PVയിൽ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ടീം ബിൽഡിംഗ് ബോണസും കൂടെ 3% എക്സ്ട്രാ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? 4000 രൂപ ബ്രോൺസ് ഡയറക്ടർ ഇൻകം വാങ്ങിക്കുന്ന വ്യക്തി 2600 PV എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടീം ബിൽഡിംഗ് ബോണസ് എക്സ്ട്രാ കയറി വരും. ഒരു 3000 രൂപ, 2500 രൂപയൊക്കെ എക്സ്ട്രാ കിട്ടും. ഇപ്പം 7000 രൂപ, 8000 രൂപ, 9000 രൂപയൊക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന, 11,000, 12,000 ഒക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണ് ടീം ബിൽഡിംഗ് ബോണസ് കൂടി ബ്രോൺസ് ഡയറക്ടർ ആകുന്ന സമയത്ത്. ഇപ്പം സജിനി മേഡം 23,000 ഒക്കെ വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ 2 ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, ആ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, സെൽഫ് വേ ചെയ്ത്, അത് 16% മുഴുവൻ അവിടെ വന്നു. അവരെ കൂടെ പഠിപ്പിച്ച കുറച്ച് ഫ്രണ്ട്സിൻ്റെ കുറച്ച് കസ്റ്റമർ ഉണ്ടായിരുന്നു, അവരൊക്കെ ഓർഡർ എടുത്തു. അപ്പോൾ എല്ലാം സെൽഫ് വി, 4500 PV സെൽഫ് ആണ്. അവർ ആദ്യം ചെയ്ത് ഫാസ്റ്റായിട്ട് ബോൺസ് ഡയറക്ടർ ആവാൻ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് സിസ്റ്ററും അവരുടെ ബ്രദറിനൊക്കെ സാധനം വീട്ടിലേക്ക് അത്യാവശ്യം വാങ്ങിപ്പിച്ചു, 5000 രൂപ സാധനം വാങ്ങിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തു. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ അവർ കസ്റ്റമറായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാം സെൽഫ് വി ആയതുകൊണ്ടും 4500 PVയും സെൽഫ് വി ആയതുകൊണ്ടും അതിന് മുഴുവൻ 16% കിട്ടി. 4500 PV ബാക്കി 2600 PVക്ക് മേലെ വന്ന മുഴുവനും ടീം ബിൽഡിംഗ് ബോണസ് ആയി കരുതുന്നു. ക്ലിയർ ആവുന്നുണ്ട്? പെർഫോമൻസ് ബോണസ് കൂടി, ഡയറക്ടർ ബോണസ് കൂടി, ടീം ബിൽഡിംഗ് ബോണസ് കൂടി, അങ്ങനെയാണ് 24,000 ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 2600 PV എപ്പോഴും മനസ്സിൽ കാണും. അതിൽ മേലോട്ട് എത്ര വേണമെങ്കിലും കയറാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ടീം ബിൽഡിംഗ് ബോണസ് കൂടി ഒരു 7000, 8000 ഒക്കെ ബ്രോൺസ് ഡയറക്ടർ ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴും ടീം ബിൽഡിംഗ് ബോണസ് കൂടി ഇൻകം വാങ്ങിക്കും. ഈ ടീം ബിൽഡിംഗ് ബോണസ് ആകെ 3 ലെവൽ മാത്രമേ കിട്ടൂ. ബ്രോൺസ് ഡയറക്ടറും, സിൽവർ ഡയറക്ടറും, ഗോൾഡ് ഡയറക്ടറും നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അധികം പറഞ്ഞ സമയം കുറയാവും. ഇത് നിങ്ങൾക്ക് ഞാൻ നാളെ ഇതിൻ്റെ ബാക്കി സ്ലൈഡ് ഒന്നുകൂടെ പറഞ്ഞു, അപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും. ഇതുപോലത്തെ ക്ലാസ് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, ഇങ്ങനത്തെ ക്ലാസ് പോലെ. അല്ലെങ്കിൽ എന്നും മോട്ടിവേഷൻ കിട്ടി വരുമാനം കിട്ടത്തില്ല, അല്ല. ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ കിട്ടിക്കാൻ നമുക്ക് അറിയില്ലേ, കുറേ പഠിക്കാൻ സാധിക്കും. പല ആൾക്കാരും ചോദിക്കാത്തത് കൊണ്ടാണ്.
എന്നോട് മിനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ ജാസ്മി, ആലപ്പുഴയിൽ വേറെ ജാസ്മി ഉണ്ട് നമ്മുടെ ടീമിൽ. അവർ മിനിഞ്ഞാന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്താണ് ബിസിനസ് മനസ്സിലായിട്ടുണ്ട്. അല്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ അത്രത്തോളം പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, മനസ്സിലാക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കട്ടോ. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല, ഞാൻ പറഞ്ഞുതരും. പക്ഷെ തെറ്റ് നിങ്ങൾ മനസ്സിൽ തെറ്റ് കൊടുക്കാതിരിക്കുക, നമ്മളതായിട്ട് തീരുമാനം എടുക്കാതിരിക്കുക. നമ്മൾ ചില ആൾക്ക് ഊഹിക്കലാണ്. നമ്മൾ ഊഹിക്കും, അവസാനം ആ വരുമാനം വരത്തില്ല, അവിടെ നെഗറ്റീവ് ആകും. ഒരു കാരണവശാലും നെഗറ്റീവ് എടുക്കാതിരിക്കുക. കമ്പനി സിസ്റ്റമാറ്റിക് വരുമാനം വരും. ഇന്നലെ ഒരാള് ലിബിയയുടെ താഴെ ഒരാൾ ജോയിൻ ചെയ്തിട്ട് അദ്ദേഹം യൂട്യൂബിൽ പോയിട്ട് ചെക്ക് ചെയ്യാണ് വെസ്റ്റിൽ വരുമാനം കിട്ടുന്നുണ്ടോ, ഈ കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ യൂട്യൂബിൽ ചെക്ക് ചെയ്തിരിക്കുക. ഏതോ ഒരു ഫ്രോഡ് ഞങ്ങൾ യൂട്യൂബിൽ വെസ്റ്റിൽ വരുമാനം കിട്ടില്ല, ആംവേയിൽ വരുമാനം കിട്ടില്ല, ഹെർബാ ലൈഫിൽ ഇൻകം കിട്ടത്തില്ല, ആദ്യത്തെ 3 മാസം വരുമാനം കിട്ടി പിന്നെ ഒന്നും കിട്ടത്തില്ല എന്നിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആ വീഡിയോ എനിക്ക് അയച്ചിട്ട് വരുമാനം കിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇതിൽ വെസ്റ്റേജിൽ ജോയിൻ ചെയ്ത് സ്വന്തമായിട്ട് ഐ ഡിയിൽ പർച്ചേസ് ചെയ്ത് ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും കൊടുത്ത് ആർക്കെങ്കിലും വരുമാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ആരെ വേണമെങ്കിലും കൊണ്ടുവന്നു, ഐ ഡി നമ്പറും പാസ്വേഡും കൊണ്ടുവന്നാൽ ഞാൻ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. സ്വന്തം ഐ ഡിയിൽ വെസ്റ്റേജിൽ പർച്ചേസ് ചെയ്തിട്ട് ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടി വാങ്ങിത്തരാം. എവിടെ വേണമെങ്കിലും വരാം, ഞാൻ വാങ്ങിത്തരാം. ആർക്കെങ്കിലും വെസ്റ്റേജിൽ ജോയിൻ ചെയ്തിട്ട് സ്വന്തം ഐ ഡിയിൽ കേട്ടോ, ആരുടെയും അപ്ലൈ ഐ ഡി പർച്ചേസ് ചെയ്ത് നമുക്ക് വരുമാനം വരത്തില്ല. അത് പറ്റിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സ്വന്തം ഐ ഡിയിൽ വെസ്റ്റേജിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഐ ഡി നമ്പറും പാസ്വേഡും അറിയാമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ. നിങ്ങൾ ആര് ചോദിച്ചാലും കൂളാക്കി പറഞ്ഞു, നിങ്ങൾ വെസ്റ്റേജ് ജോയിൻ ചെയ്ത് വരുമാനം കിട്ടിയില്ല എന്ന് പച്ചക്കള്ളം പറയരുത്. നിങ്ങൾ ഐ ഡി നമ്പറും പാസ്വേഡും കാണിച്ചു തരും, ഞാൻ കാണിച്ചു തരാം വരുമാനം. അപ്പോഴാണ് അവർ പറയത്തുള്ളൂ ഞാൻ എൻ്റെ ഐ ഡിയിലല്ല പർച്ചേസ് ചെയ്ത്, എൻ്റെ അപ്ലൈൻ എന്നെ കൊണ്ട് 10,000 സാധനം വാങ്ങിച്ച് സെയിൽ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഉമ്മറ മാഷ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ ഐ ഡി പർച്ചേസ് ചെയ്തില്ല, അപ്ലൈൻ്റെ ഐ ഡി പർച്ചേസ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഉടായ്പകൾ നാട്ടിലുണ്ട്. അറിയത്തില്ല എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. വരുമാനം വാങ്ങിച്ചാൽ മാത്രമേ, കൊടുത്താൽ അവർ മാത്രമേ കൂടെ നിൽക്കത്തുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും പറഞ്ഞത്, ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും 1,00,000 രൂപ മാസം വരുമാനം കിട്ടുന്ന ടീമാണ് ഈ 83 പേരെങ്കിൽ അതാണ് എൻ്റെ റെസ്റ്റ് സമയം, അതാണ് അന്നോട്ടാണ്. എനിക്കൊന്നും പിന്നെ പണിയെടുക്കേണ്ടി വരില്ല. നിങ്ങൾ എല്ലാവരും 1,00,000 രൂപ 2,00,000 രൂപ ആക്കാൻ വേണ്ടി പണിയെടുത്തോളൂ, ഞാൻ ഒന്നും ചെയ്യേണ്ട. അപ്പോഴേക്കും നിങ്ങൾ പ്രസന്റേഷൻ നല്ല ഭംഗിയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസന്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ആ സമയത്താണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം. അതാണ് ഇതിനകത്ത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വരുമാനത്തിന് കുറയുന്ന സമയത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മുടെ വരുമാനം കുറയുന്നത് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ ഇൻകത്തിലേക്ക് പോകാൻ 3 കാര്യം നോട്ട് ചെയ്ത് വെച്ചോ. ഒന്ന്, ടേൺ ഓവർ കൂടണം. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അതാത് മാസം PV, അല്ല PV പോയിന്റ് വാല്യൂ നമുക്കറിയാം. അതാത് മാസം PV ആണ് നമ്മുടെ ടേൺ ഓവർ. 1000 PV ആണ് നിങ്ങൾ അൻസാർ ഭായ് ഈ മാസം ചെയ്തെങ്കിൽ അൻസാർ ഭായ് കൂട്ടിയാൽ മതി. 1000 PVക്ക് 30,000 രൂപയുടെ സാധനം നിങ്ങളിലൂടെ ആ കമ്പനിക്ക് പോയിരിക്കുന്നത് 30,000 രൂപയുടെ ബിസിനസ്സാണ്. അല്ല, നിങ്ങൾക്ക് ഒരിക്കലും 30,000 ഇൻകം കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിയാം, 1000 PVയുടെ 30,000 ബിസിനസ് കമ്പനിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലേ, അത് നിങ്ങൾ ഒറ്റക്കല്ല ചെയ്തത്, ടീം മുഴുവനാണ് ചെയ്തത്. താഴെ തൊട്ട് മേലെ തൊട്ട് ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ആ 30,000-ൻ്റെ അകത്ത് ലാഭം കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലേ, ഇല്ലേ, കൺസിസ്റ്റൻസി വൗച്ചർ കിട്ടി. ഇതെല്ലാം ആ 30,000 കമ്പനി തരുന്നത്. നമ്മൾ ഇതൊന്നും കൂട്ടൂല. ഈ 30,000 സാധനം വാങ്ങിച്ച സമയത്ത് ഫ്രീ പ്രൊഡക്റ്റ് കുറേ തന്നിട്ടുണ്ട്, 2,500 വൗച്ചർ കൺസിസ്റ്റൻസി തന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാം വൗച്ചർ കൊടുത്ത് ഇത്രയും സാധനം കമ്പനി നമുക്ക് തരുന്നുണ്ട് ഇതിനിടയിൽ. ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. എനിക്ക് 100 കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് 500 കിട്ടിയിട്ടുള്ളൂ. താഴെ വ്യക്തി കൊടുത്തോ, അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കൊടുത്തു. ഇതിനെ കുറിച്ച് ഈ 30,000 രൂപയുടെ അകത്ത് ഈ കമ്പനി പറഞ്ഞ 40% കമ്പനി എടുത്തിട്ട് ബാക്കി മുഴുവൻ നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ആയിട്ട് ആരും ഇതൊന്നും ചിന്തിക്കത്തില്ല. ശരിയല്ല ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല ആരെങ്കിലും. ആ കമ്പനിക്ക് 40%-ഏ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്കെല്ലാം. ഇപ്പൊ അൻസാർ ഭായിനെ ഇത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തു, രാജചേട്ടനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് എനിക്കും കിട്ടും ചെറിയ പൈസ. പക്ഷെ അൻസാർ ഭായി 16%, രാജചേട്ടൻ 16%, ഇതിലുള്ള ജാസ്മി എല്ലാവരും 16%, ഞാനും 16%. എനിക്ക് ആ ബോണസ് എനിക്ക് വരത്തില്ല. എനിക്ക് ഈ സാധനം എനിക്ക് വരത്തില്ല. കാരണം നിങ്ങളും 16, ഞാനും 16ആണ്. അതിന് ബാലൻസ് ഇല്ലല്ലോ. പക്ഷെ എനിക്കവിടെ കിട്ടുന്നത് ലീഡർഷിപ്പ് ബോണസ്, LOB, ഡയറക്ടർ ബോണസ്, കാർ ഫണ്ട്, ട്രാവൽ ഫണ്ട്, ഇതാ എനിക്ക് വരാം. ക്ലിയർ ആണോ? ഇപ്പൊ ഞാനാണ് ജാസ്മിയെ നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനാണ് ജാസ്മി ഐ ഡി എടുത്തത്, ഞാനാണ് കൊണ്ടുവന്നത്. ജാസ്മി 16%, ഞാനും 16%. ജാസ്മിയുടെ ആ 16% ഒരു പൈസ എനിക്ക് ബാലൻസ് വരില്ല. പക്ഷെ എനിക്കവിടെ കൂടുന്നത് ഡയറക്ടർ ബോണസ് ആയിരിക്കും, കാറിന്റെ ഫണ്ടാണ്, ട്രാവൽ ഫണ്ടാണ്, ഹൗസ് ഫണ്ടാണ്, ലീഡർഷിപ്പ് ബോണസ് ആണ്,
ഈ 9 തരം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഇതെല്ലാം അവിടെ കൂടും. മനസ്സിലാണ്ടോ? അത് ഞാൻ ടേൺ ഓവർ ഉണ്ടാക്കണം, അതനുസരിച്ച് സ്ട്രക്ചർ ചെയ്യണം. ഈ സ്ട്രക്ചറിൽ മനസ്സിലായിട്ടുണ്ടോ? ഈ സ്ട്രക്ചറാണ് നമുക്ക് 6 ടീം ഉണ്ടാവണം എന്ന് പറഞ്ഞത്. അതാണ് സ്ട്രക്ചർ. ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ ഒരാൾ താഴെ കിടന്ന ചങ്ങായിയാണ് ഈ പണിയെല്ലാം എടുക്കുന്നത്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. ഇതിൽ പല ആൾക്കാരുണ്ടാവും. ഒരു ഡൗൺലൈൻസിന് താഴെ ഇപ്പം അൻസാർ ഭായിക്ക് ഒരു ജോയിനിങ് നടക്കാതിരിക്കുന്ന സമയത്ത് അൻസാർ ഭായി ഇത്രയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരാളും ജോയിനിങ് ആവുന്നില്ല, എല്ലാ മാസവും 100 PV ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, ഈ പാവം എല്ലാ മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹം ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ചിലപ്പോൾ ഒരാളെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഒരു ജോയിനിങ് നടത്തി തരുവാണ്. ആ ജോയിനിങ് ആക്കിയ വ്യക്തി അടിപൊളി പുലിയാണ്, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് നല്ല ജോയിനിങ് താഴോട്ട് വന്നു. നിങ്ങൾക്ക് വേറൊരു ജോയിനിങ് ആക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പം അതിനകത്തൊന്നും കിട്ടില്ല. നിങ്ങൾ സെൽഫി ചെയ്ത ആ 100 PVയുടെ 258 രൂപ കിട്ടത്തുള്ളൂ. അവിടെ നെഗറ്റീവ് വിളിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഈ കമ്പനി ആർക്കാ പൈസ കൊടുക്കുക? പണിയെടുത്തവർക്കാണ്. കമ്പനിക്ക് അൻസാർ ഭായിനെ അറിയത്തില്ല, എന്നെ അറിയത്തില്ല, താഴെ വന്ന വ്യക്തിയും പരിചയമുണ്ടാവില്ല. ആരാ അവർ സിസ്റ്റം നോക്കുമ്പോൾ ആരാ പണിയെടുക്കുന്നത്? താഴെയുള്ള ആൾക്കാർ പണിയെടുക്കുന്നത്. അൻസാർ ഭായി സെൽഫി മാത്രം ചെയ്ത് നോക്കിയിരിക്കാം. കാരണം നിങ്ങൾ എന്തെങ്കിലും വർക്ക് പെർഫോമൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജോയിനിങ് സൈഡിൽ വരില്ലേ? എവിടെയും ജോയിനിങ് ഒന്നുമില്ല, വേറെ ആരും വോളിയം വന്നിട്ടില്ല, വർക്ക് നടക്കുന്ന കംപ്ലീറ്റ് താഴെയുള്ള സുധീർ സുലൈമാൻ ഒറ്റക്ക വർക്ക് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് പൈസ കിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത 100 PV ആണെങ്കിൽ അതിൻ്റെ പൈസ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് വെസ്റ്റേജ് കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ എത്രയും മനോഹരമായി മാറാൻ കാരണമാണ്. കാരണം പണിയെടുത്തവർക്കേ പൈസ കൊടുക്കും, മേലോട്ട് പൈസ പോകത്തില്ല. മേലോട്ട് പൈസ പോകണമെങ്കിൽ ആ ചങ്ങായി പണിയെടുക്കണം. അതാണ് ഞാൻ നിർത്താതെ പണിയെടുക്കുന്നത്. കണ്ടോ? എല്ലാ സ്ഥലത്തുനിന്നും വോളിയം കയറി വരാൻ വേണ്ടി, വരുമാനം വരാൻ വേണ്ടി നിങ്ങൾ അതുകൊണ്ട് പെർഫോം ചെയ്തോ, വരുമാനം വരും. ഒറ്റ ലെഗിൽ നിൽക്കാതിരിക്കൂ, ജോയിനിങ് നടത്തൂ. താഴെ വരുന്ന വോളിയം, താഴെ നല്ല പെർഫോം ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം പെർഫോം ചെയ്യുമെങ്കിൽ ഒപ്പത്തിനൊപ്പം പെർഫോം ചെയ്യും. പെർഫോം ചെയ്ത് ജോയിനിങ് നടക്കാതെ വിഷമിച്ച് പോയി. അപ്പം നിങ്ങൾ ചില ആൾക്കാരായിരിക്കും, അയ്യോ താഴെ വന്ന ചങ്ങായി അടിപൊളിയാണല്ലോ, ഇനി ഞാനിത് നിന്നിട്ട് കാര്യമില്ല, എനിക്കൊരു വരുമാനം കിട്ടത്തില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. താഴെ വ്യക്തി പെർഫോം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ പ്രൊമോഷൻ ചെയ്യുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അടിപൊളിയായി പ്രൊമോഷൻ ചെയ്ത് വിടുക. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്ന പിന്നെ LOB നിങ്ങൾക്ക് വരാൻ പോകുന്നു. ലീഡർഷിപ്പ് ബോണസ് വരുന്ന വലിയ എമൗണ്ടാണ്. താഴെ വ്യക്തിയെ ചിലപ്പോൾ അന്നേരം കിട്ടുന്ന 1000 2000 കുറവേ ഉണ്ടാവില്ല, കുഴപ്പമില്ല. അവർ ചെയ്ത് പോട്ടെ, അവരെ നല്ലോണം അടിച്ച് പിരികേറ്റി വിട്ട് അവരെ ചെയ്ത് കൊടുക്കും, നല്ല ടേൺ ഓവർ ഉണ്ടാക്കട്ടെ. കാരണം ആ വ്യക്തിയുടെ വോളിയം 5625 പോട്ടെ, 6000 പിടിക്കുക, റൗണ്ട് ഫിഗർ 6000 വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസവും 6000 വരുമ്പോൾ നിങ്ങൾ LOB സ്റ്റാർട്ടായി ഒരു 10000 രൂപ എക്സ്ട്രാ ഒരു ബോണസ് കൂടെ എടുത്ത് വരും, നിങ്ങൾക്ക് സൈഡ് വോളിയം സ്ട്രക്ചർ ഉണ്ടെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ ടീമിൽ നിന്നും മൂന്നാമത്തെ ടീമിൽ നിന്നും നാലാമത്തെ ടീമിൽ നിന്നൊക്കെ വോളിയം വരും. പുതിയൊരു ജോയിനിങ് നടത്തി അവിടെ ഒരു 100 PV, അതിനൊരു പുതിയ ജോയിനിങ് നടത്തി ആറാമത്തെ ടീമിൽ നിന്ന് വോളിയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ ടീമായി. ക്വാളിഫൈ ചെയ്ത ലെഗിൽ കൂടാതെ മറ്റു ലെഗിൽ വോളിയം വന്നു. ഇതിനെക്കുറിച്ച് ഞാൻ നാളെ ഒന്നുകൂടെ പറഞ്ഞു, ബാക്കി സെഷൻ നാളെ പറഞ്ഞു. അപ്പോൾ സമയം അധികമായതുകൊണ്ടാണ് ഈ സെഷൻ ഉപകാരമായി മാറിയിട്ടുണ്ടോ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ദിവസം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ലാപ്ടോപ്പ് ഓൺ ആക്കുന്ന സമയത്ത് ഇന്ന് എന്താ ഇതാ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇന്ന് ഇത് ചെയ്യാൻ തോന്നിയത്. അത് എന്താ ചെയ്യണമെന്ന് അറിയില്ല, റെക്കോർഡ് പ്ലേ ചെയ്യണോ അല്ലെ ഏതാ പ്ലേ ചെയ്യണോ എനിക്കത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. കുറച്ചൊക്കെ നിങ്ങൾക്ക് ഉപകാരമായി മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നാളെ ഇതിൻ്റെ കുറച്ചും കൂടി ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ പറ്റും. എന്തിനാ ഇത് പറയുന്നറിയോ? ഈ വന്നിരിക്കുന്ന 84 പേർക്കും ആർക്കും നെഗറ്റീവ് ഒന്നും ഇല്ലാതിരിക്കാനും ഈ 84 പേരും ഈ ബിസിനസ് തുടർന്ന് പോകാൻ വേണ്ടിയിട്ടും നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വരുന്ന ഒരുപാട് മറ്റുള്ളവർ പറയുമ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ അങ്ങനെയാണോ, കുറച്ച് കഴിയുമ്പോൾ കുറേ കാലം പൈസ കിട്ടും പിന്നെ കിട്ടത്തില്ലാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക അതൊന്നും അങ്ങനെ സംഭവം ശരിയായിരിക്കും? ഒരിക്കലുമല്ല. കമ്പനിക്ക് ഈ ബിസിനസ് നിലനിന്ന് പോകണമെങ്കിൽ ടേൺ ഓവർ ഉണ്ടാവണം. നമുക്ക് വരുമാനം കിട്ടിയാൽ മാത്രമേ ടേൺ ഓവർ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ജാസ്മിക്ക് വെസ്റ്റേജ് കമ്പനി നാളെ പൂട്ടി എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇന്നലെ വരെ വാങ്ങിച്ച സോപ്പ് വാങ്ങിച്ച് ഉപയോഗിച്ച് കുളിച്ചു, അതിന്റെ വരുമാനം കിട്ടി, ഫ്രീ പ്രോഡക്റ്റ് കിട്ടി. കമ്പനി പൂട്ടി ആർക്കും നഷ്ടം? 1000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വെസ്റ്റേജ് കമ്പനിക്കേ നഷ്ടമുള്ളൂ. നമുക്ക് നഷ്ടമുണ്ടോ? അല്ലെ, നമുക്ക് ആർക്കും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. അതാണ് ഈ കമ്പനിയിൽ കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല. ഇതിൽ ജാസ്മിൻ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിക്ക് എല്ലാവർക്കും കമ്പനി കറക്റ്റായി വരുമാനം കൊടുത്തിട്ട് ഫ്രീ പ്രോഡക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ വഴക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതിൽ ഒരാളോട് ഇതുവരെ നിർബന്ധിച്ചൊരു സാധനം പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് നിർത്തിപ്പോയ ഒരാൾക്ക് എന്നോട് ദേഷ്യമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, എന്നെ വെസ്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് 50,000 സാധനം വാങ്ങിപ്പിച്ചിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ്. 50,000 സാധനം വാങ്ങിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ 50,000 സാധനം വാങ്ങിച്ച് സാധനം വീട്ടിൽ വെച്ചിട്ട് ചങ്ങായി കറങ്ങാൻ പോയിട്ടുണ്ടാവും.
പിന്നെ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും? അൻസാർ ഭായി വന്നിട്ട് നാളെ ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ജാസ്മിനെ പോട്ടെ, ഷോപ്പിലേക്ക് സാധനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു, സാധനം ഷോപ്പിൽ വാങ്ങിച്ചു, 1 ലക്ഷം രൂപ സാധനം വാങ്ങിച്ചു. ഞാൻ ഈ പറഞ്ഞ ഐഡിയ കൊള്ളാം, നല്ല ഐഡിയ ആണ്, അങ്ങനെ ചെയ്യാൻ ചിന്തിക്കുന്നു. ജാസ്മിൻ സാധനം കടയിൽ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ അടുത്ത വീട്ടിലെ കല്യാണത്തിനും അനിയത്തിന്റെ കല്യാണത്തിനും അതിനൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ സാധനം അവിടെ കിടക്കും കടയിൽ തന്നെ. അവസാനം ഞാൻ നിങ്ങളെ പുറകെ വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അടുത്ത ആളെ പുറകെ പോയി വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറ്റിച്ചു എന്ന് പറഞ്ഞത്, പറ്റിക്കപ്പെടുന്നു പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വരും, സപ്പോർട്ട് വാങ്ങിക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഫെയിലായി വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ നെഗറ്റീവിലേക്ക് പോകുന്നത്. നമ്മൾ എപ്പോഴും സ്വയം ചിന്തിച്ചാൽ മതി കേട്ടോ, സ്വയം ചിന്തിക്കുക. ഞാൻ എൻ്റെ പി വി എത്ര, ആ പി വിക്ക് എത്ര രൂപയുടെ കച്ചവടമാണ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവുക, ആ ഇത്ര രൂപയുടെ സാധനത്തിന് 500 PV നിങ്ങളുടെ ടീമിൽ, ആ 500 PVക്ക് എത്ര രൂപയുടെ ബിസിനസ് കമ്പനിക്ക് പോയി, അതിൻ്റെ അകത്ത് എത്ര ആൾക്കാർക്ക് വരുമാനം കമ്പനി കൊടുത്തിട്ടുണ്ടാവും, എത്ര രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കൊടുത്തു, ഇതെല്ലാം ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ കമ്പനിക്ക് 40% പോയിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ കൊറിയറിന് കൊടുത്ത DTGസിന് കൊടുത്ത് കൊറിയറിന് ചാർജ് അടക്കം കമ്പനി ഈടാക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഈ പ്രൊഡക്റ്റ് അവിടെ എത്തി, അതടക്കം ഈ എല്ലാം കാൽക്കുലേഷൻ ആയിട്ട് വരുന്നുണ്ടോ കേട്ടോ. കമ്പനിയുടെ അവരുടെ ലാഭം, അവരുടെ മാനേജ്മെന്റിന്റെ ലാഭം, അവിടുത്തെ സ്റ്റാഫ് 500 കണക്കിന് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവരുടെ വരുമാനം, അവരുടെ പ്രൊഡക്റ്റ് കൊണ്ടും ഈ എല്ലാം കമ്പനി ആ സ്റ്റാഫിന് നിലനിർത്തി പോകണ്ടേ. എന്നാലും നമുക്ക് നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ ഇതെല്ലാം ചെയ്യണ്ടേ, സിസ്റ്റമാറ്റിക് വർക്ക് ചെയ്യണം, IT കാരുണ്ട്, ഇതൊക്കെ എല്ലാം ശമ്പളം കൊടുക്കണ്ടേ. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. നമ്മളെ കാര്യം മാത്രം ചിന്തിക്കാതെ നമ്മുടെ സ്വന്തം സ്ഥാപനം വെസ്റ്റീജാണ്, അത് നന്നായി പോകാൻ വേണ്ടി എന്തൊക്കെ പോകണം, അതിനെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, നമ്മളെ സൈഡിൽ നിന്ന് എങ്ങനെ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും, ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് ഒരാൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ്സും ഇതായിട്ട് കാണും കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം എനിക്കറിയാം നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട്, ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇതാണ് ആരും കൊടുക്കാത്തത്. എല്ലാവരും കൊടുക്കുന്നത് മോട്ടിവേഷൻ മാത്രമാണ്. അച്ചീവേഴ്സ് മീറ്റിൽ അടിപൊളി 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ സിൽവർ ഡയറക്ടറായി, അവൻ വരുമാനം വാങ്ങിച്ചു, അവനാവാമെങ്കിൽ എനിക്കും ആവാലോ, ആവാലോ, ആവോ എന്നിട്ട് ആരും ആവുമോ? ആരും ആവത്തില്ല. ആവോ? ആ ക്ലാസ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? ഒരു കാര്യമില്ല. 9ാം ക്ലാസ്സുകാരൻ എങ്ങനെയാണ് സിൽവർ ഡയറക്ടറായി നമുക്കും അറിയില്ല, അവനെ അറിയത്തില്ല. അല്ല, അവനെ കണ്ട് ചോദിച്ചു നീ എങ്ങനെ സിൽവർ ഡയറക്ടറായി, എങ്ങനെ ഒരു ജോയിനിങ് ആക്കി, ആരും പോയി ചോദിച്ചിട്ടില്ല. എന്നാൽ ആ പയ്യൻ വന്നിട്ട് അതാ പറഞ്ഞെന്നെങ്കിലോ, ഞാൻ എങ്ങനെ ചെയ്തപ്പോഴാണ് സിൽവർ ഡയറക്ടർ ആയത്, ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കും വായിപ്പാൻ ഇതൊന്നുമില്ല. 9ാം ക്ലാസ്സുകാരൻ സിൽവർ ഡയറക്ടർ, ഞാനും സിൽവർ ഡയറക്ടർ ആവാൻ വേണ്ടി ശ്രമിക്കാൻ, അവനാവാമെങ്കിൽ എനിക്കാവാലോ. അല്ലേ? അവിടെ നമുക്ക് ചോദ്യമുണ്ട്, എന്തായിട്ട് വരാൻ അടുത്ത അച്ചീവേഴ്സ് മീറ്റിൽ നിങ്ങൾക്ക് എന്തായി വരാനോ പോകണം, ഒന്നിക്കൊരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ക്രൗൺ. ആ വ്യക്തിയോട് ചോദിച്ചാൽ എങ്ങനെയാണ് ക്രൗൺ ആണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. ചോദിക്കും അറിയത്തില്ല. ക്രൗൺ ആണെങ്കിൽ എത്ര ലഗ്നം ക്വാളിഫിക്കണം അവർക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ എഡ്യൂക്കേഷൻ ചെയ്യണം. എഡ്യൂക്കേഷൻ ചെയ്താൽ മാത്രമേ അവരെത്തത്തുള്ളൂ. ഞാൻ ഇതിനെ നെഗറ്റീവായി കാണുന്നില്ല, ഞാൻ ഇതിനെ പോസിറ്റീവായി കൊണ്ട് തന്നെ പറയാം. നമ്മുടെ ടീമിന് ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലായില്ല? നമുക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ അപ്ലൈനോട് ആ സ്റ്റേജിൽ ചോദിച്ച ചോദ്യം, സിൽവർ ഡയറക്ടർ ആ പയ്യനായി അതെങ്ങനെ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിന് ഇന്നലെ എന്നോട് ശ്രീജ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറ് LOB വാങ്ങിക്കണം, LOB വാങ്ങിക്കണമെങ്കിൽ എന്താ വേണ്ടത്, എത്ര വരുമാനം, ഏത് ടീമിന് എത്ര, അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അതുപോലെ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അങ്ങനെയുള്ള ഡൗട്ട് മനസ്സിലുള്ള അവസരമെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കുറച്ച് കാലം അങ്ങനെ ചെയ്തു പോകാം, കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. അതോടൊപ്പം തന്നെ ഇതിലുള്ള നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് നന്നായി പഠിച്ച് ആ റൈറ്റപ്പ് ഒക്കെ ഒന്ന് എഴുതി മനസ്സിലാക്കി, നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ തുളസി ഡ്രോപ്സ് നിങ്ങൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അഷ്വറിൻ്റെ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പേസ്റ്റാണ്, നമ്മുടെ ഗ്രൂപ്പിൽ റൈറ്റപ്പ് വരില്ല, ആ റൈറ്റപ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ വന്നിട്ട് രാവിലത്തെ സെഷനിൽ പറയാം, അഷ്വറിൻ്റെ പേസ്റ്റ് നല്ല അടിപൊളി പേസ്റ്റ് എനിക്ക് ഉപയോഗിച്ച് പല്ലുവേദന മാറി, കാര്യങ്ങൾ പറയാം, അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് നോളജ് നമുക്ക് വരും, കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബിസിനസ് പറയാൻ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കലല്ല ബിസിനസ്. ക്ലിയർ? ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസും ഇതിന്റെ ഗുണങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ അടുത്ത വീട്ടിലെ ആൾക്കാർ ഈ പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും വ്യക്തമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയത്ത് ആ വ്യക്തി പേസ്റ്റ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കും. ഇത് നിങ്ങൾ പേസ്റ്റ് പോകണോ, അടിപൊളി പേസ്റ്റാണ്, സൂപ്പർ സാധനമാണ്, പല്ലുവേദന മാറും, പല്ല് പുളിപ്പ് മാറും, ഇങ്ങനെയല്ല പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതാണ്. ഡെന്റിസ്റ്റിനോട് ചോദിച്ചാൽ അതെല്ലാം ടിക്ക് അടിച്ചു, ഇതെല്ലാം നല്ല സാധനമാണ്. ഈ രീതിയിലാണ് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കേട്ടോ.
ഈ ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യണം. ഓക്കെ, ഒരു 10 മിനിറ്റ് അധികം എടുത്തു പോയി. താങ്ക് യു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇന്ന് ഈ 84 പേര് ആദ്യം ഉണ്ടായിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന തിരക്കാണ്. ആ 84 പേരും ഇതിൽ ഉണ്ടാവണേ, ബിസിനസ്സിൽ കളയരുത്. നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, നമുക്ക് എല്ലാവർക്കും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാനും, ഒരു എൻജോയ് ഫാമിലി മീറ്റും ഫാമിലി ഗെറ്റ് ടുഗതറും ടൂറും എല്ലാം നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാം. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിയാൽ ഒരുമിച്ച് നമുക്ക് തായ്ലാൻഡിൽ പോയിക്കൂടെ? 84 പേർക്കും പോയിക്കൂടെ? ആ രീതിയിലൊക്കെ മനസ്സിൽ കാണാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ തായ്ലാൻഡിൽ നമുക്ക് ഫോട്ടോ ഗ്രൂപ്പിലിടാൻ പറ്റും. നമ്മളെല്ലാ ടീമും ഒരുമിച്ച് തായ്ലാൻഡിൽ എൻജോയ് ചെയ്യുന്നു, അല്ല വിയറ്റ്നാമിൽ എൻജോയ് ചെയ്യുന്നു. ലണ്ടനിലൊക്കെ പോകാൻ നല്ല പൈസ വേണം, നല്ല ട്രാവൽ ഫണ്ട് വേണം, എന്നാലേ ആവുള്ളൂ. അതിനെക്കുറിച്ച്, ഈ ട്രാവൽ ഫണ്ടിനെ കുറിച്ചും LOBനെ കുറിച്ചും മറ്റുള്ള ഇൻകത്തിനെ കുറിച്ചൊക്കെ ഞാൻ നാളെ ചെയ്തുതരാം കേട്ടോ. നാളെ ചെയ്തുതരാം. ഒരാഴ്ച കൊണ്ട് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ചെയ്തുതരാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി റെക്കോർഡ് സെഷൻ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ടാവും. നിങ്ങൾ പുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടീം മെമ്പേഴ്സിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അയച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അവരങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അവർക്ക് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മസ്റ്റ് കേട്ടോ, അത് വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ. താങ്ക് യു സാർ. ഈ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടോ. ഇന്നത്തെ CP വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് അത് നാളെ മറ്റൊരു CP 100 പേരാവും നാളെ. അപ്പോൾ ഓക്കെ, നാളെ ഇതിന്റെ ബാക്കി സെഷൻ ഗ്രൂപ്പിലിടും. അപ്പോൾ നാളെ നമുക്ക് 100 ആക്കാൻ എളുപ്പമാണ്.